സെപ്റ്റംബർ 11 എന്നത് അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രത്തിൽ ജൂലൈ 4-നോളം തന്നെ പ്രസക്തിയുള്ള ഒരു തീയതിയാണ്. 250 വർഷം മുമ്പ് ഒരു ജൂലൈ 4-നാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. വരും ദശാബ്ദങ്ങളിൽ അമേരിക്കയുടെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ അതുണ്ടാക്കിയ സ്വാധീനങ്ങൾ ചെറുതല്ല. 25 വർഷം മുമ്പ് ഒരു സെപ്റ്റംബർ 11 അമേരിക്കൻ മണ്ണിൽ ജൂലൈ 4-നേക്കാൾ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന മറ്റൊരു സംഭവം നടന്നു. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ നിന്ന് കഷ്ടിച്ച് 4 കിലോമീറ്റർ മാത്രം അകലെ ലോവർ മാൻഹാട്ടനിൽ സ്ഥിതി ചെയ്യുന്ന വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിലേക്ക് 2001 സെപ്റ്റംബർ 11 അമേരിക്കൻ സമയം രാവിലെ 8:46 ഒരു വിമാനം ഇടിച്ചിറങ്ങി. പരിശീലന പറക്കലിനിടയിൽ നടന്ന ഒരു അപകടമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ അധികം വൈകാതെ അത് അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു സംഭവം കൂടി നടന്നു. 17 മിനിറ്റിനുള്ളിൽ, കൃത്യമായി പറഞ്ഞാൽ 9 മണി കഴിഞ്ഞ് 3 മിനിറ്റിന് വേൾഡ് ട്രേഡ് സെന്ററിന്റെ സൗത്ത് ടവറിലേക്ക് മറ്റൊരു വിമാനം കൂടി ഇടിച്ചു കയറിയതോടെ അത് കേവലം ഒരു അപകടമല്ല എന്നത് വ്യക്തമായി. അമേരിക്ക വാസ് അണ്ടർ എ ടെറർ അറ്റാക്ക്. എന്നാൽ അതിൽ കാര്യങ്ങൾ അവസാനിച്ചില്ല. അരമണിക്കൂറിന് ശേഷം മൂന്നാമതൊരു വിമാനം പെന്റഗൺ കെട്ടിടത്തിലേക്കും ഇടിച്ചിറങ്ങി. വൈറ്റ് ഹൗസോ ക്യാപിറ്റൽ ബിൽഡിങ്ങോ മറ്റോ ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരുന്ന 4-മത്തെ വിമാനം യാത്രക്കാരിൽ നിന്നുണ്ടായ പ്രതിരോധങ്ങൾക്കിടയിൽ ഷാങ്ക്സ്വില്ലിൽ തകർന്നു വീണു. ആക്രമണത്തിൽ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ട്വിൻ ടവേഴ്സ് പൂർണ്ണമായും നിലംപൊത്തി. പെന്റഗൺ കെട്ടിടത്തിനും കാര്യമായ കേടുപാടുകൾ പറ്റി. ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000-ൽ പരം. പ്രാണൻ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ യാത്രക്കാർക്കും ഈ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്നവർക്കും പുറമെ അപകടം നടന്നയുടനെ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ്, പോലീസ്, ഹോസ്പിറ്റൽ ജീവനക്കാരും ഉണ്ടായിരുന്നു. അധികം വൈകാതെ ആക്രമണങ്ങൾക്ക് ഉത്തരവാദിയെന്ന് സംശയിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ അമേരിക്കൻ ഇന്റലിജൻസ് വിരൽ ചൂണ്ടി. ഒസാമ ബിൻ ലാദൻ എന്ന കൊടും ഭീകരനോട് ബന്ധമുള്ള ചിലരാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ CIA ഉറപ്പിച്ചു പറഞ്ഞു. ഒസാമ ബിൻ ലാദൻ എന്ന പേര് അമേരിക്കൻ ജനത അന്ന് ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. 1998 ഓഗസ്റ്റ് 20 പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആഗോള ഭീകരവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരനെന്ന് വിശേഷിപ്പിച്ചത് ഇതേ ഒസാമ ബിൻ ലാദനെയാണ്. ആ പേരിന് പക്ഷേ ആഗോള പ്രശസ്തി സിദ്ധിക്കുന്നത് 9/11 ഭീകരാക്രമണത്തിനു ശേഷം മാത്രമാണ്. അന്ന് അമേരിക്കൻ പൗരന്മാരെ പോലെ നമ്മളും തികഞ്ഞ അമ്പരപ്പോടെ ചോദിച്ചു പോയ ചില സംശയങ്ങളുണ്ട്. ആരാണ് ഈ ഒസാമ ബിൻ ലാദൻ? അമേരിക്കൻ ജനതയോട് എന്താണ് അയാൾക്ക് ഇത്ര വിദ്വേഷം? സൗദി അറേബ്യയിലെ സമ്പന്ന വ്യാപാരിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ ലാദന് തന്റെ സിറിയൻ അടിമ ഭാര്യ ഹാമിദ അൽ അത്താസിൽ ജനിച്ച ഒസാമ ബിൻ ലാദൻ എന്ന പുത്രൻ വളർന്നു വലുതായപ്പോൾ അമേരിക്കയുടെ സ്വൈര്യം കെടുത്തിയ കൊടും തീവ്രവാദിയായി മാറിയതിന്റെ കഥ. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ഉത്തരവാദിയെന്ന് അമേരിക്ക വർഷങ്ങളോളം വേട്ടയാടിയ ലാദൻ ഒടുവിൽ അബോട്ടാബാദിലെ മാളികയിൽ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന കമാൻഡോ ഓപ്പറേഷനിലൂടെ കൊല്ലപ്പെട്ടതിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 1957 ജൂലൈ 30 സൗദി അറേബ്യയിലെ റിയാദ് നഗരത്തിലാണ് ഒസാമ ബിൻ ലാദന്റെ ജനനം. ഒസാമയുടെ അച്ഛൻ യമനിൽ നിന്ന് സൗദിയിലേക്ക് കുടിയേറി പാർത്ത മുഹമ്മദ് ബിൻ ലാദൻ ആദ്യകാലങ്ങളിൽ ഹജ്ജ് തീർത്ഥാടകരെ ചുമടെടുക്കുന്ന വെറുമൊരു സാധാരണക്കാരനായിരുന്നു. സ്ഥിരോത്സാഹിയായിരുന്ന മുഹമ്മദ് ബിൻ ലാദൻ പതുക്കെ കൺസ്ട്രക്ഷൻ രംഗത്ത് ഒരു ബിസിനസ് കെട്ടിപ്പടുത്തു. 1931 സൗദി ബിൻ ലാദൻ ഗ്രൂപ്പ് ജനിക്കുന്നത് അങ്ങനെയാണ്. സൗദി രാജകുടുംബവുമായും മറ്റും വളരെ ഗാഢമായ ബന്ധങ്ങൾ സ്ഥാപിച്ച മുഹമ്മദ് ബിൻ ലാദൻ അധികം വൈകാതെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ലാദൻ എന്ന മിഡിൽ ഈസ്റ്റിൽ അങ്ങോളം ഇങ്ങോളം സ്വാധീന ശക്തിയുള്ള പ്രബലനായൊരു ബിസിനസ് ടൈക്കൂണായി വളർന്നു. കാലിഫോർണിയ ആസ്ഥാനമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി 1938 സൗദി മരുഭൂമിയിൽ എണ്ണ കണ്ടെത്തിയതോടെ ആ ഭൂപ്രദേശത്തിന്റെ തലവര തന്നെ മാറി മറിഞ്ഞു. സൈനിക താവളങ്ങളും എണ്ണ ശുദ്ധീകരണ ശാലകളുമായി അമേരിക്കൻ കമ്പനികൾ സൗദിയുടെ മണ്ണിൽ സാന്നിധ്യം ഉറപ്പിച്ചപ്പോൾ രാജ്യത്തെ ഹൈവേകളും പള്ളികളും മറ്റ് വൻകിട സൗകര്യങ്ങളും നിർമ്മിക്കാനുള്ള കോടികളുടെ കരാർ ലഭിച്ചത് മുഹമ്മദ് ബിൻ ലാദന്റെ സ്ഥാപനത്തിനാണ്. ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ലാദന് തന്റെ 22 ഭാര്യമാരിലായുണ്ടായ 52 മക്കളിൽ 17ാമനായിട്ടാണ്, അവസാനത്തെ ആൺകുഞ്ഞായിട്ടാണ് ഒസാമ ബിൻ ലാദൻ ജനിക്കുന്നത്. ഒസാമ എന്ന വാക്കിന്റെ അർത്ഥം സിംഹക്കുട്ടി എന്നാണ്. അടിയുറച്ച ഇസ്ലാം മത വിശ്വാസിയായിരുന്ന സീനിയർ ലാദൻ മകനെയും അതേ ചിട്ടകളോടെ തന്നെ വളർത്തിക്കൊണ്ടുവന്നു. തൻ്റെ പിതാവിനോട് വലിയ അടുപ്പമായിരുന്നു ഒസാമയ്ക്ക്. 1968 അവന് 11 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ഏറെ അവിചാരിതമായി അച്ഛൻ മരിച്ചുപോയത് അവനെ മാനസികമായി വല്ലാതെ പിടിച്ചുലച്ചിരുന്നു. അതിനുശേഷമുള്ളൊരു 10 പതിറ്റാണ്ട് കാലം ഒസാമ വളർന്നു വരുന്നത് കുടുംബം നടത്തിക്കൊണ്ടിരുന്ന കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ തന്നെ ഏർപ്പെടാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ്. 1979 22-ാം വയസ്സിൽ ഒസാമ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടുന്നു. അക്കൊല്ലം തന്നെയാണ് അയാളിൽ കാര്യമായ സ്വാധീനങ്ങൾ ചെലുത്തിയ ഒരു സംഭവം നടക്കുന്നത്. അതായിരുന്നു സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശം. അഫ്ഗാൻ മുജാഹിദീൻ എന്ന വിമത ശക്തിയെ തുരത്താൻ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി എന്ന പേരിലായിരുന്നു ആ അധിനിവേശമെങ്കിലും ശീതയുദ്ധം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന കാലമായിരുന്നതുകൊണ്ട് അധികം വൈകാതെ തന്നെ അതൊരു ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് ആയിട്ട് മാറി.
പാകിസ്ഥാൻ പരസ്യമായും അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ രഹസ്യമായും അഫ്ഗാൻ മുജാഹിദീനെ പിന്തുണച്ചു. പിന്നീടുണ്ടായ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തികഞ്ഞ വൈരുദ്ധ്യമെന്നൊക്കെ തോന്നാമെങ്കിലും തൻ്റെ തലമുറയിലെ മറ്റു പല യുവാക്കളെയും പോലെ അഫ്ഗാൻ മുജാഹിദീനെ സഹായിക്കാൻ, അതുവഴി ദൈവമാർഗത്തിൽ ജിഹാദ് നയിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങിയ ഒസാമ ബിൻ ലാദൻ അന്ന് അമേരിക്കൻ പക്ഷത്തായിരുന്നു താത്വികമായി നിലകൊണ്ടത്. തുടക്കത്തിൽ ഒസാമയുടെ പ്രവർത്തനങ്ങൾ മുജാഹിദിന് വേണ്ട ഫണ്ട് എത്തിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട കൺസ്ട്രക്ഷൻ വർക്കുകളിൽ സഹായങ്ങൾ നൽകുക, അവിടേക്ക് വേണ്ട പോരാളികളെ ആഗോളതലത്തിൽ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുക എന്നിവയിൽ ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ യുദ്ധം അങ്ങനെ നീണ്ടുപോയതോടെ ഒരു ഘട്ടത്തിൽ മുഴുവൻ സമയ പോരാളിയായി തന്നെ ഒസാമ ആ യുദ്ധത്തിൻ്റെ തീച്ചൂടയിലേക്ക് എടുത്തു ചാടുന്നു. 1987 മെയ്യിൽ നടന്ന ബാറ്റിൽ ഓഫ് ജാജി മുന്നണിയിൽ നിന്ന് നയിക്കുന്നത് ഒസാമയാണ്. എന്തായാലും ഈ ഒരു യുദ്ധത്തോടെ ഒസാമ ബിൻ ലാദനും അയാളുടെ ഈജിപ്ഷ്യൻ കമാൻഡർമാരായിട്ടുള്ള അബു ഉബൈദയും അബു ഹാഫിസും അഫ്ഗാൻ അറബികൾക്കിടയിൽ ഒരു ഹീറോയിക് പരിവേഷം തന്നെ ആർജിക്കുന്നു. ഇവർ മൂന്നുപേരും കൂടി അന്ന് ആലോചിക്കുന്നത് മുഴുവൻ സമയ ജിഹാദ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെ കുറിച്ചാണ്. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ പലയിടത്തായി ടെറർ ട്രെയിനിങ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച അബു ഉബൈദ അന്ന് ആ ക്യാമ്പുകളെ വിളിച്ചിരുന്ന പേരാണ് അൽ ഖായിദ എന്നത്. ആ അറബി വാക്കിൻ്റെ അർത്ഥം ദ ബേസ് എന്നാണ്. ആ പേര് പിന്നീട് അങ്ങോട്ട് ഉറച്ചു പോവുകയാണ് ഉണ്ടായത്. ആ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഒസാമ തൻ്റെ 2 മിലിറ്ററി കമാൻഡർമാരായിട്ടുള്ള അബു ഉബൈദയും അബു ഹാഫിസിനെയും സ്വന്തം പേരോളിൽ നിയോഗിച്ച 1987 ജനുവരി തൊട്ടെന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. എന്നാൽ അതിന് കുറെ കൂടി ഔപചാരിക സ്വഭാവം കൈവരുന്നത് 1988 ഓഗസ്റ്റ് 11 പാകിസ്ഥാനിലെ പെഷാവറിൽ അന്ന് ഷെയ്ഖ് എന്നറിയപ്പെട്ടിരുന്ന ഒസാമ ബിൻ ലാദൻ തൻ്റെ അനുയായികളിൽ ചിലരോട് ചില പുതിയ മിലിറ്ററി പദ്ധതികളെപ്പറ്റി ചർച്ച ചെയ്യുന്നതോടെയാണ്. ലോകത്തെവിടെയും ചെന്ന് ജിഹാദ് പ്രവർത്തിക്കാൻ പാകത്തിന് 314 മുസ്ലിം സഹോദരന്മാർക്ക് അടിയന്തരമായി അൽ ഖായിദ മുഖാന്തരം സൈനിക പരിശീലനം നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് അവർ അന്ന് എത്തിച്ചേരുന്നു. ഈ 314 എന്ന സംഖ്യയ്ക്ക് ഇസ്ലാമിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. CE 624 നടന്ന ബദർ യുദ്ധത്തിൽ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന പോരാളികളുടെ എണ്ണമാണത്. ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുന്ന പോരാളികൾക്ക് പ്രാഥമികമായിട്ടുള്ള പരിശീലനം നൽകിയ ശേഷം അതിൽ നിന്ന് ഫിറ്റ്നസ് ഉള്ളവരെ നോക്കി തിരഞ്ഞെടുക്കും. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അൽ അസ്കരിയ ബേസിൽ വെച്ച് അധിക പരിശീലനവും ലഭ്യമാക്കും. ഒസാമ ബിൻ ലാദൻ എന്ന ന്യൂ ഫോൺ ജിഹാദി നേതാവിനെ അയാളുടെ 31-ാം വയസ്സിൽ അന്ന് അഫ്ഗാനിസ്ഥാൻ യുദ്ധം കവർ ചെയ്യാത്തിയ സൗദി ജേർണലിസ്റ്റ്, പിൽക്കാലത്ത് കൊല ചെയ്യപ്പെട്ട ജമാൽ ഖഷോജി ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. The aim of jihad should continue elsewhere in places like Central Asia. It will be called Al Qaeda എന്നാണ് അന്ന് ഒസാമ ഖഷോജിയോട് പറയുന്നത്. അൽ ഖായിദ എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്നത് പിന്നീട് അൽ ജസീറയ്ക്ക് കൊടുത്തൊരു അഭിമുഖത്തിലും ബിൻ ലാദൻ ഓർത്തെടുക്കുന്നുണ്ട്. അഫ്ഗാൻ മുജാഹിദിനെ മുന്നിൽ നിർത്തി അമേരിക്ക നയിക്കുന്ന വെസ്റ്റേൺ ബ്ലോക്ക് കളിച്ച ആ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ അന്ന് കാര്യമായിട്ടുള്ള തട്ടുകേടുകൾ തന്നെ സംഭവിക്കുന്നു. ഒടുവിൽ 1989 അവർക്ക് നാണം കെട്ട് അവിടുന്ന് പിന്മാറേണ്ടിയും വരുന്നു. മറ്റു പല ശക്തികളുടെയും സഹായത്തോടെ ആണെങ്കിലും സോവിയറ്റ് യൂണിയനെതിരായിട്ടുള്ള യുദ്ധത്തിൽ പ്രകടമായ വിജയം നേടാനായത് ഒസാമ ബിൻ ലാദന്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നു. അഫ്ഗാൻ മുജാഹിദീൻ എന്ന ചെറിയ സംഘത്തിന് സോവിയറ്റ് റഷ്യ എന്ന സാമ്രാജ്യത്വ ഭീമനെ മുട്ടുകുത്തിക്കാനായത് ഇസ്ലാം ഉമ്മത്തിന്റെ ശക്തിയായിട്ട് അയാൾ കണ്ടു. അഫ്ഗാനിസ്ഥാനിലെ വിജയം ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ ചൂഷണം നേരിടുന്നിടത്തെല്ലാം റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നും അയാൾ ആഗ്രഹിച്ചു. അൽ ഖായിദ സ്ഥാപിച്ച് അങ്ങനെ ഒന്നിൻ്റെ അസ്ഥിവാരം ഇട്ടപ്പോഴേക്കും പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം പൂർണ്ണമായും കെട്ടടങ്ങി കഴിഞ്ഞിരുന്നു. ആ ഗ്യാപ്പിൽ അയാൾ തിരികെ സൗദിയിലെ തൻ്റെ വീട്ടിലേക്ക് ഒന്ന് മടങ്ങി വന്നു. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി അഫ്ഗാനിസ്ഥാനിൽ വളരെ സാഹസികമായിട്ടുള്ള ജീവിതമായിരുന്നതുകൊണ്ട് മടങ്ങിയെത്തിയപ്പോൾ വീട്ടിലെ പതിവ് ചര്യകൾ അയാളെ ബോറടിപ്പിച്ചു. അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ ബിസിനസ്സിലെ 9 to 5 ജോബിന് ദൈവമാർഗത്തിൽ ചോര ചിന്തിക്കൊണ്ട് നടത്തുന്ന ജിഹാദിൻ്റെ പാതി ഗ്ലാമർ പോലും ഇല്ലായിരുന്നു. എന്ന് മാത്രമല്ല, സൗദി രാജകുടുംബത്തിൻ്റെ അഴിമതിയോടും പാശ്ചാത്യ ഗവൺമെൻറ്റുകളോടുള്ള അവരുടെ ബാന്ധവത്തോടുമുള്ള ഒസാമയുടെ എതിർപ്പുകളും അതിൻ്റെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒസാമ ആകെ അമർഷം പൂണ്ടിരിക്കുമ്പോഴാണ് അടുത്ത സംഭവം അരങ്ങേറുന്നത്. 1990 സൗദിയുടെ അയൽരാജ്യമായ കുവൈത്തിനെ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചില അവകാശ തർക്കങ്ങളുടെ പേരിൽ 2 രാജ്യങ്ങളോടും അതിർത്തി പങ്കിടുന്ന ഇറാഖ് ആക്രമിക്കുന്നു. തങ്ങളും ഏതു നിമിഷം വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് അന്ന് സൗദി ഭരണാധികാരികൾക്ക് തോന്നി. സദ്ദാമിനെതിരെ പോരാടാനും കുവൈറ്റിനെ മോചിപ്പിക്കാനും വേണ്ടി വേണമെങ്കിൽ താൻ ഇസ്ലാമിസ്റ്റ് ജിഹാദി പോരാളികളുടെ ഒരു പടയെ തന്നെ അണിനിരത്താം എന്നൊരു ഓഫർ അപ്പോൾ ഒസാമ സൗദി ഗവൺമെൻറ്റിന് മുന്നിൽ വച്ചു. അവർ ഒസാമയുടെ ഈ ഓഫർ നിരസിച്ചു. അതൊരു നോൺസെൻസ് ഓഫർ ആയിരുന്നു എന്നത് തന്നെയാണ് കാരണം. തൻ്റെ കൂടെ 10,000-കണക്കിന് ജിഹാദി മുജാഹിദീനുകൾ ഉണ്ട് എന്നുള്ള ലാദൻ്റെ വാദത്തിൻ്റെ സത്യാവസ്ഥ അവിടെ നിൽക്കട്ടെ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സദ്ദാം ഹുസൈൻ്റെ പക്കലുള്ളത് 10 ലക്ഷം പേരുടെ സൈന്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈന്യങ്ങളിൽ ഒന്നാണത്. ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ച സമയത്ത് സൗദി സഹായത്തിന് വേണ്ടി സമീപിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക അന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഏതാണ്ട് 5 ലക്ഷത്തോളം ഭടന്മാരെ യുദ്ധഭൂമിയിലേക്ക് ഡിപ്ലോയ് ചെയ്തു. അറേബ്യൻ മുസ്ലിങ്ങളുടെ ബദ്ധശത്രുവായ ഇസ്രായേൽ എന്ന രാജ്യത്തിന് എക്കാലത്തും കുടപിടിച്ചു മാത്രം ശീലിച്ചിട്ടുള്ള അമേരിക്കയിൽ നിന്ന് സൈനിക സഹായം സ്വീകരിക്കുന്നത് പോയിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് പോലും ശരിയല്ല എന്ന് തൻ്റെ അനുയായികളെ ഉപദേശിച്ചിരുന്ന ഒസാമയ്ക്ക് തൻ്റെ രാജ്യത്തിൻ്റെ നിലപാടുകൾ ഒട്ടും അംഗീകരിക്കാനാവുന്നവയായിരുന്നില്ല.
പരിശുദ്ധ ഇസ്ലാമിക ഭൂമികയായ അറേബ്യൻ പെനിൻസുല കാത്തുരക്ഷിക്കാൻ വേണ്ടി കാഫിറുകളായിട്ടുള്ള അമേരിക്കക്കാർക്ക് മുന്നിൽ ചെന്ന് യാചിക്കുന്നത് ഇസ്ലാമിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്നായിരുന്നു ഒസാമയുടെ അഭിപ്രായം. അക്കാലത്ത് സൗദിയുടെ മണ്ണിൽ അമേരിക്കൻ സൈനിക ബേസുകൾ കൂണുകൾ പോലെ നിരവധി മുളച്ചു വന്നതും അയാൾക്ക് അപമാനകരമെന്ന് തോന്നി. അത് സൗദിയെ അമേരിക്കയുടെ കോളനിയാക്കി മാറ്റുന്നതിൽ കുറഞ്ഞൊന്നുമല്ല എന്ന് ലാദൻ കരുതി. 1991 പേർഷ്യൻ ഗൾഫ് യുദ്ധത്തിൽ അമേരിക്ക ഇറാഖിനെ തറപറ്റിച്ച ശേഷം സൗദിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തികച്ചും വിപരീതമായിട്ട് മാറിയതോടെ ഒസാമ നാടുവിടാൻ ഉറപ്പിച്ചു. അല്പകാലം അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ശേഷം അയാൾ ഇസ്ലാമിസ്റ്റുകൾ ഭരിച്ചിരുന്ന ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ ചെന്ന് താമസം ഉറപ്പിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് ഒസാമ ബിൻ ലാദൻ തൻ്റെ ആഗോള ഭീകരവാദ ഗൂഢാലോചനകൾ നിർബാധം തുടർന്നുപോയി. പുറമേക്ക് ഒന്നിലധികം ബിസിനസ് വെഞ്ചറുകൾ മാനേജ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ടൈക്കൂൺ ഇമേജ് നിലനിർത്തിയിരുന്നുവെങ്കിലും അണിയറയിൽ നടന്നുകൊണ്ടിരുന്ന ഭീകരവാദത്തിൻ്റെ എക്സ്പോർട്ടിംഗ് തന്നെ ആയിരുന്നു ഇയാളുടെ പ്രധാന പരിപാടി. ആ വർഷങ്ങളിൽ ഒസാമ ബിൻ ലാദന്റെ ഉത്സാഹത്തിൽ അൽ ഖൈദ അതിൻ്റെ നീരാളിക്കൈകൾ ലോകഭൂപടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർത്തി. 1993 വേൾഡ് ട്രേഡ് സെന്ററിന് നേർക്കുണ്ടായ ആദ്യത്തെ ഭീകരാക്രമണത്തിലൂടെ ആയിരുന്നു അവരുടെ അരങ്ങേറ്റം. അന്ന് നടന്ന ബോംബിങ്ങിൽ വേൾഡ് ട്രേഡ് സെന്ററിൻ്റെ 1-ാം ടവറിൻ്റെ ചില ഭാഗങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയും 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. 1994-95 കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെയും മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ്റെയും നേർക്ക് അവരുടെ ഫിലിപ്പീൻ സന്ദർശനങ്ങൾക്കിടയിൽ നടന്ന വധശ്രമങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനയിലും ലാദന്റെ സംഘടനയ്ക്ക് പങ്കുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ 1995 5 അമേരിക്കൻ പൗരന്മാരടക്കം 7 പേർ കൊല്ലപ്പെട്ട സൗദി അറേബ്യൻ നാഷണൽ ഗാർഡ് ബിൽഡിംഗ് ബോംബിങ്ങിനും ലാദൻ തന്നെ ആയിരുന്നു ഉത്തരവാദി. ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക മാത്രമല്ല ലാദൻ ചെയ്തത്. എവിടെ അമേരിക്കക്കെതിരായിട്ട് ആരെന്ത് ചെയ്താലും അതിനെ പരസ്യമായിട്ട് പ്രശംസിക്കാനും അയാൾ മടിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള പ്രകോപനങ്ങൾ തുടർന്നു പോയതോടെ 1994 തന്നെ സൗദി അറേബ്യ ലാദന്റെ പൗരത്വം റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയും കൈക്കൊള്ളുന്നു. ലാദനെ അന്താരാഷ്ട്ര ഭീകരവാദ വിരുദ്ധ സേനയ്ക്ക് കൈമാറാൻ സുഡാൻ ഗവൺമെൻറ്റിൻ്റെ മേലും സമ്മർദ്ദമേറുന്നു. ഒടുവിൽ ഒസാമ ബിൻ ലാദനെ സുഡാനിലെ ഇസ്ലാമിസ്റ്റ് ഗവൺമെൻറ്റുകൾ നാടുകടത്തുകയായിരുന്നോ അതോ അവരുടെ ധർമ്മസങ്കടം പരിഹരിക്കാൻ വേണ്ടി അയാൾ സ്വയമേവ നാടുവിടുകയാണോ ഉണ്ടായത് എന്നറിയില്ല. എന്തായാലും 1996 മെയ് മാസത്തിൽ ലാദൻ സുഡാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോഴേക്കും അവിടെ താലിബാൻ ഗവൺമെൻറ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പഴയ അഫ്ഗാൻ മുജാഹിദീൻ ജിഹാദ് ബന്ധങ്ങൾ ഒസാമയ്ക്ക് അവിടെ ഗുണം ചെയ്തു. ലോകരാഷ്ട്രങ്ങളുടെ വാണ്ടഡ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്ന ഒസാമ ബിൻ ലാദനെ ആർക്കും വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു നിർത്താൻ താലിബാൻ തയ്യാറായി. അഫ്ഗാനിസ്ഥാനിലെത്തി അധികം വൈകാതെ ലാദൻ തൻ്റെ അൽ ഖൈദ നെറ്റ്വർക്ക് വീണ്ടും സജീവമാക്കി. ഒസാമ സുഡാൻ വിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ആക്രമണമുണ്ടായി. 1996 ജൂൺ 25 സൗദി അറേബ്യയിലെ ദഹ്റാനിലുള്ള ഖോബാർ മിലിറ്ററി കോംപ്ലക്സിൻ്റെ തൊട്ടുവെളിയിൽ വെച്ച് നടന്ന ട്രക്ക് ബോംബ് സ്ഫോടനത്തിൽ 19 അമേരിക്കൻ സൈനികരും ഒരു സൗദി പൗരനും കൊല്ലപ്പെട്ടു. ഈ സ്ഫോടനത്തിൽ 372 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ സ്ഫോടനത്തിനുള്ള പഴി ലെബനാനിലെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹിസ്ബുല്ലയുടെ തലയ്ക്കായിരുന്നുവെങ്കിലും പിന്നീട് അതിന് പിന്നിലെ ബുദ്ധികേന്ദ്രം ഒസാമ തന്നെ ആയിരുന്നുവെന്ന് തെളിയുന്നുണ്ട്. പിന്നീടുള്ള വർഷങ്ങളിലും ആക്രമണങ്ങൾ പതിവായി. 1998 ഓഗസ്റ്റ് 7 ടാൻസാനിയയിലെയും കെനിയയിലെയും അമേരിക്കൻ എംബസികൾ ലക്ഷ്യം വെച്ച് നടന്ന 2 സമാന്തര ബോംബാക്രമണങ്ങളിൽ 225 പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് 4000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഈ ആക്രമണത്തിൻ്റെ ഗൂഢാലോചനക്കാരൻ എന്ന നിലയ്ക്ക് ഒസാമ ബിൻ ലാദന്റെ പേര് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ തെളിഞ്ഞു വന്നു. അതോടെ അയാൾ CIA ഹിറ്റ് ലിസ്റ്റിലും ഇടം പിടിച്ചു. സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഭീകരവാദികൾ കഴിയുന്ന കേന്ദ്രങ്ങൾ എന്ന് സംശയിച്ചിരുന്ന ഇടങ്ങളിലേക്ക് ബിൽ ക്ലിന്റൺ വ്യോമാക്രമണത്തിന് ഉത്തരവിടുന്നത് ഈ ഘട്ടത്തിലാണ്. ഒസാമയുടെ രോമത്തിൽ പോലും തൊടാൻ ഈ ഏരിയൽ ബോംബിങ്ങൾക്ക് അന്ന് സാധിക്കുന്നില്ല. പൂർവാധികം വീര്യത്തോടെ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുന്ന അൽ ഖൈദയിൽ നിന്ന് അടുത്ത ആക്രമണം അധികം വൈകാതെ ഉണ്ടായി. 2000 ഒക്ടോബർ 12 നടന്ന ചാവേർ ബോംബ് ആക്രമണത്തിൽ യമനിലെ ഏഡൻ തുറമുഖത്ത് ഇന്ധനം നിറയ്ക്കാൻ അടുപ്പിച്ച USS കോൾ എന്ന പടക്കപ്പലിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുന്നു. 17 അമേരിക്കൻ നാവികർക്കും 39 മറ്റുള്ളവർക്കും ജീവൻ നഷ്ടമാകുന്നു. ഒസാമ ബിൻ ലാദന്റെ പ്ലാനിങ്ങിൽ അൽ ഖൈദ നേരിട്ട് നടത്തിയതായിരുന്നു ആ ആക്രമണമെന്ന് FBI അന്വേഷണത്തിൽ തെളിയുന്നു. ഈ ആക്രമണം നടന്ന് ഒരു വർഷത്തിൽ താഴെ സമയം കൊണ്ടാണ് അൽ ഖൈദ അമേരിക്കൻ മണ്ണിൽ 9/11 ആക്രമണങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതും അമേരിക്കക്കാർ ഓരോരുത്തരുടെയും നാവിൽ ഒസാമ ബിൻ ലാദൻ എന്ന പേര് ഇടം പിടിക്കുന്നതും. ഈ ഘട്ടത്തിൽ ഉയരുന്ന പ്രധാന സംശയം അമേരിക്ക എങ്ങനെയാണ് ഒസാമ ബിൻ ലാദനുമായിട്ട് ഈ ആക്രമണത്തെ ബന്ധിപ്പിച്ചത് എന്നാവും. അതിന് നമ്മൾ 2001 സെപ്റ്റംബർ 11 എന്ന ആ അഭിശപ്ത ദിനത്തിലേക്ക് ഒരല്പം വിശദമായി തന്നെ ഒന്ന് മടങ്ങി ചെല്ലേണ്ടി വരും. ആ ദിവസം നടന്ന സംഭവങ്ങളെ ഒരിക്കൽ കൂടി ഇഴകരി പരിശോധിക്കേണ്ടി വരും. ഒന്നിനു പിന്നാലെ ഒന്നായി 2 കൊമേഴ്ഷ്യൽ എയർലൈനറുകളാണ് അന്നേ ദിവസം വേൾഡ് ട്രേഡ് സെന്ററിൻ്റെ ടവറുകളിലേക്ക് ഇടിച്ചു കയറിയത്. അമേരിക്കൻ സമയം 8:46 ആദ്യത്തെ വിമാനം 92 പേരെയും വഹിച്ചുകൊണ്ട് ബോസ്റ്റണിൽ നിന്ന് ലോസ് ഏഞ്ചലസിലേക്ക് പുറപ്പെട്ട ഒരു ബോയിങ് 767
വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ബ്ലോക്ക് കെട്ടിടത്തിന്റെ 93-ാം നിലയ്ക്കും 99-ാം നിലയ്ക്കും ഇടയിലേക്ക് ഇടിച്ചു കയറുന്നു. അമേരിക്കയിൽ ഇങ്ങനെയൊരു അപകടം ഉണ്ടായാൽ അതിൽ ആദ്യം ഇടപെടുക അവരുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അഥവാ FAA എന്ന സ്ഥാപനമാണ്. പുതുതായിട്ട് സ്ഥാനം ഏറ്റെടുത്ത FAA നാഷണൽ ഡയറക്ടർ ബെൻ സ്ലൈനിയുടെ ആദ്യത്തെ പ്രവൃത്തി ദിവസമായിരുന്നു അന്ന്. ആദ്യത്തെ വിമാനം ഇടിച്ചു കയറി 4 മിനിറ്റ് നേരത്തേക്ക് അദ്ദേഹത്തിന് അതേക്കുറിച്ച് വിവരം കിട്ടിയിരുന്നില്ല. 8:50 ആയപ്പോഴേക്കും ഒരു കീഴുദ്യോഗസ്ഥൻ CNN ചാനലിൽ ലൈവായിട്ട് പോകുന്നൊരു വാർത്ത അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഏതോ ചെറിയ പാസഞ്ചർ വിമാനം വേൾഡ് ട്രേഡ് സെന്ററിന്റെ ബിൽഡിങ്ങിൽ ഇടിച്ച് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നതായിരുന്നു വാർത്ത. ഈ ഘട്ടത്തിൽ ഇതൊരു ഭീകരാക്രമണമാണ് എന്നതിൻ്റെ യാതൊരു ധാരണയും ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ടെലിവിഷനിൽ വന്ന വാർത്തയുടെ ലൈവ് ഫുട്ടേജ് കണ്ടപാടെ സ്ലൈനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ആ കെട്ടിടത്തിൽ ഉണ്ടായിട്ടുള്ള ആഘാതം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ചെറിയ വിമാനമൊന്നും അല്ല, ഏതോ മിഡ് സൈസ് പാസഞ്ചർ ജെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഈ അപകടം നടക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് 8 മണി കഴിഞ്ഞ് 14 മിനിറ്റിനാണ് ഫ്ലൈറ്റ് റൂളിൽ നിന്ന് അവസാനമായിട്ടൊരു റുട്ടീൻ കമ്മ്യൂണിക്കേഷൻ പിങ് മെസ്സേജ് എയർ ട്രാഫിക് കൺട്രോളിന് കിട്ടുന്നത്. അപ്പോൾ വിമാനത്തിന് ക്ലൈംബ് ചെയ്യാൻ ATC കൊടുത്ത നിർദ്ദേശത്തോട് പൈലറ്റ് പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നീട് പൈലറ്റിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു റേഡിയോ സന്ദേശവും വിമാനത്തിൽ നിന്ന് ATCയിലേക്ക് കിട്ടിയതുമില്ല. 8:19 ആയപ്പോഴേക്കും വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ബെറ്റിയോങ് ഒരു പോസിബിൾ ഹൈജാക്ക് നടക്കുന്ന കാര്യം കൺട്രോൾ സെൻറ്ററിനെ വിളിച്ച് അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോക്പിറ്റിൻ്റെ നിയന്ത്രണം നഷ്ടമായി എന്നും 1-ലേറെ പേർക്ക് കുത്തേറ്റിട്ടുണ്ട് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ കൈമാറാൻ ബെറ്റി പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ 8:21 ആയപ്പോഴേക്കും വിമാനം ഹൈജാക്ക് ചെയ്ത ഭീകരർ അതിൻ്റെ ട്രാൻസ്പോണ്ടർ ഓഫാക്കി കളഞ്ഞു. അതോടെ വിമാനം റഡാർ സ്ക്രീനിൽ നിന്ന നിൽപ്പിൽ മാഞ്ഞുപോയി. ഇതിനുശേഷം ഏതാണ്ട് 3 മിനിറ്റിനുള്ളിൽ അവസാനമായി മറ്റൊരു സന്ദേശം കൂടി ഈ വിമാനത്തിൽ നിന്ന് ATCക്ക് കിട്ടുന്നുണ്ട്. ഹൈജാക്കർമാരിൽ ഒരാളായിട്ടുള്ള മുഹമ്മദ് അത്ത വിമാനത്തിലെ യാത്രക്കാരെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ബട്ടൺ മാറി അമർന്ന് ആ സന്ദേശം നേരെ പോകുന്നത് ATCക്കാണ്. വി ഹാവ് സം പ്ലെയിൻസ്, ജസ്റ്റ് സ്റ്റേ ക്വയറ്റ് ആൻഡ് യു വിൽ ബി ഓക്കെ എന്ന് അത്ത അനൗൺസ് ചെയ്തതോടെ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് FAAക്ക് ബോധ്യമായി. സമയം 8:37 ആയപ്പോഴേക്കും അവർ അമേരിക്കൻ മിലിറ്ററിയുടെ നോർത്ത് ഈസ്റ്റ് എയർ ഡിഫൻസ് സെക്ടറിന് ഈ വിവരം കൈമാറുന്നു. ഇങ്ങനെ വിവരം അറിഞ്ഞപാടെ കാണാതായ വിമാനത്തെ തേടി അമേരിക്കൻ സൈന്യം 2 F-15 പോർ വിമാനങ്ങളെ ആകാശത്തേക്ക് പറഞ്ഞയക്കുന്നു. അതിനിടെ ലോങ് ഐലൻഡിലെ എയർ ട്രാഫിക് കൺട്രോളർമാരിൽ ഒരാളായിട്ടുള്ള ഡേവ് ബൊട്ടേലിയയ്ക്ക് തൻ്റെ മുന്നിലെ സ്ക്രീനിൽ തെളിഞ്ഞ വിമാനങ്ങളിൽ ഒരെണ്ണത്തിൻ്റെ പോക്കിൽ അസ്വാഭാവികത തോന്നുന്നു. 65 പേരെയും വഹിച്ച് ബോസ്റ്റൺ എയർപോർട്ടിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് പുറപ്പെട്ട യുണൈറ്റഡ് എയർലൈൻസ് 175 നമ്പർ ബോയിങ് വിമാനത്തിൻ്റെ പെരുമാറ്റത്തിൽ അദ്ദേഹം അസ്വസ്ഥനായി. അതിൻ്റെ ട്രാൻസ്പോണ്ടർ കോഡ് മാറിയിരുന്നു. വളരെ വിചിത്രമായിട്ടാണ് അത് പറന്നു പോയിക്കൊണ്ടിരുന്നത്. ആ വിമാനം വളരെ വേഗത്തിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം തിരിഞ്ഞ് തൻ്റെ ചീഫിനെ ആ വിവരം അറിയിക്കുകയും ചെയ്തു. ഒരു വിമാനം കൂടി ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം അപ്പോൾ പറഞ്ഞത്. അപ്പോഴേക്കും സമയം രാവിലെ 9 മണി. നേരത്തെ ആകാശത്തേക്ക് ഉയർന്ന F-15 വിമാനങ്ങൾ അപ്പോഴും നേരത്തെ കാണാതായ ആദ്യ വിമാനത്തെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വളരെ വേഗത്തിൽ ക്ലൈംബ് ചെയ്തുകൊണ്ടിരുന്ന യുണൈറ്റഡ് എയർലൈൻസ് 175 നമ്പർ വിമാനം ഇപ്പോൾ ദ്രുതഗതിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 6000 അടി, 4000 അടി, 2000 അടി എന്നിങ്ങനെ ആ കൺട്രോൾ റൂമിലിരുന്ന ആരോ വിമാനത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാ വിമാനം താഴെ വീഴാൻ പോകുന്നു എന്ന് അയാൾ ഉറക്കെ പറഞ്ഞു. അത് കേട്ടുകൊണ്ടിരുന്ന മറ്റൊരാളാണ് സംഭ്രമജനകമായിട്ടുള്ള മറ്റൊരു വസ്തുത പറഞ്ഞത്. ആ വിമാനം വീഴാൻ പോകുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെയാണ്. അമേരിക്കൻ സമയം അപ്പോൾ രാവിലെ 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. തികഞ്ഞ ആശങ്കയോടെ ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ആ രണ്ടാം വിമാനം വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ സൗത്ത് ബ്ലോക്കിലേക്ക് ഇടിച്ചു കയറുന്നു. ഇതുകൂടി നടന്നതോടെ ലോവർ മൻഹാട്ടൻ ഏരിയയിൽ വലിയ പരിഭ്രാന്തി പരന്നു. കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ സൈന്യത്തിലെ കേണൽ ബോബ് മാറിന് അപ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി. അത് അവർ ഇടയ്ക്കിടെ നടത്താറുള്ള പതിവ് വാർ സിമുലേഷനുകളിൽപ്പെട്ട ഒന്നല്ല. ന്യൂയോർക്ക് വാസ് അണ്ടർ അറ്റാക്ക്. അദ്ദേഹം നേരത്തെ ഒന്നാം വിമാനത്തെ തിരഞ്ഞ് പറഞ്ഞയച്ചിരുന്ന 2 F-15 വിമാനങ്ങളെയും അതോടെ മാൻഹാട്ടനിലേക്ക് തിരിച്ചുവിട്ടു. വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചിറങ്ങിയ 2 വിമാനങ്ങളിൽ അവസാനിക്കുന്നതായിരുന്നില്ല അമേരിക്ക അപ്പോൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധി. മൂന്നാമത് ഒരു വിമാനം കൂടി 189 യാത്രക്കാരുമായി വാഷിംഗ്ടണിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് പുറപ്പെട്ട അമേരിക്കൻ എയർലൈൻസിൻ്റെ 77-ാം നമ്പർ വിമാനം അതിൻ്റെ നിശ്ചിത റൂട്ടിൽ നിന്ന് ഏറെ മാറിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ATCക്ക് ബോധ്യപ്പെട്ടു. ആ തിരിച്ചറിവുണ്ടായി അധികം വൈകാതെ 9:37 ഈ വിമാനം പെൻറ്റഗണിൽ ഇടിച്ചിറങ്ങുന്നു. ഏതാണ്ട് 10-ലധികം വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കാം എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഈ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും അമേരിക്കൻ ഏവിയേഷൻ സംവിധാനങ്ങൾക്ക് കിട്ടുന്നത്. ഇത്രയുമായതോടെ FAA നാഷണൽ ഡയറക്ടർ ബെൻ സ്ലൈനി അമേരിക്കയിൽ മൊത്തമായി ഒരു നാഷണൽ ഗ്രൗണ്ട് സ്റ്റോപ്പ് ഓർഡർ പുറപ്പെടുവിക്കുന്നു. അതായത് ഒരു വിമാനത്തിനും ഇനി ടേക്ക് ഓഫ് അനുമതിയില്ല. ആകാശത്ത് റോന്തിയുറ്റിക്കൊണ്ടിരുന്ന സകല വിമാനങ്ങളും ഉടനടി ഗ്രൗണ്ട് ചെയ്യണം. അമേരിക്കൻ എയർസ്പേസിൽ അപ്പോൾ ഉണ്ടായിരുന്ന 4000-ഓളം വിമാനങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ ഏതായാലും നിയറസ്റ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശവും നൽകപ്പെടുന്നു. ഈ വിമാനങ്ങൾ ഒന്നൊന്നായിട്ട് ഈ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ലാൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു വിമാനം കൂടി വിചിത്രമായി പറക്കുന്നത് ATCയുടെ ശ്രദ്ധയിൽപ്പെടുന്നു.
ന്യൂയോർക്കിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് 44 പേരെയും വഹിച്ചുകൊണ്ട് പുറപ്പെട്ട യുണൈറ്റഡ് എയർലൈൻസിൻ്റെ 93-ാം നമ്പർ വിമാനമായിരുന്നു അത്. നേരത്തെ ഉണ്ടായിരുന്ന കോഴ്സ് ഓഫ് ഫ്ലൈറ്റിൽ നിന്ന് യു ടേൺ എടുത്ത് തിരികെയായിരുന്നു അതിൻ്റെ അപ്പോഴത്തെ പറക്കൽ. അപ്പോൾ നേരം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റ്. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ സൗത്ത് ടവർ അതിൻ്റെ 110 നിലകളും ജനം നോക്കി നിൽക്കെ ഒരു ചീട്ടുകൊട്ടാരം പോലെ നിലംപൊത്തി. പ്രദേശത്തെങ്ങും പൊടി അടിച്ചു പൊങ്ങി. 10 മണി കഴിഞ്ഞ് 3 മിനിറ്റിന് 4ാമത്തെ വിമാനം വാഷിംഗ്ടൺ DC-യിൽ നിന്ന് വെറും 20 മൈൽ അകലെയുള്ള ഷാങ്ക്സ്വില്ലിൽ നിലംപൊത്തി. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ സൗത്ത് ടവർ നിലംപൊത്തി 29 മിനിറ്റിനുള്ളിൽ കൃത്യം 10 മണി കഴിഞ്ഞ് 28 മിനിറ്റിന് അതിൻ്റെ നോർത്ത് ടവറും സമാനമായ രീതിയിൽ തന്നെ തകർന്നടിഞ്ഞു. വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിഞ്ഞു വീണതിൻ്റെ പൊടിപടലങ്ങൾ അടങ്ങുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും തുടക്കമായി കഴിഞ്ഞിരുന്നു. അന്വേഷണത്തിന് ഇറങ്ങിയ FBI-യുടെ കൗണ്ടർ ടെററിസം സെല്ലിൻ്റെ മുന്നിൽ വിമാനങ്ങൾ ഇടിച്ചു കയറിയ വേൾഡ് ട്രേഡ് സെൻറ്ററിലും പെൻറ്റഗൺ കെട്ടിടത്തിലും അവസാനം വിമാനം തകർന്നു വീണ ഷാങ്ക്സ്വില്ലിലെ സൈറ്റിലുമൊക്കെയായി 10,000-കണക്കിന് തെളിവുകൾ ചിതറിക്കിടക്കുകയായിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഇവർക്ക് കിട്ടുന്നത് ഈ സൈറ്റുകളിൽ നിന്നൊക്കെ 100-കണക്കിന് കിലോമീറ്റർ അകലെ നിന്നാണ്. 1000-ലധികം FBI ഉദ്യോഗസ്ഥർ അമേരിക്കയിലെ വിമാനത്താവളങ്ങളിലെ CCTV ഫുട്ടേജുകൾ അരിച്ചുപെറുക്കി വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തു എന്ന് സംശയിക്കപ്പെടുന്ന 19 ഭീകരരെയും തിരിച്ചറിഞ്ഞു. അവരിൽ പ്രധാനി യുണൈറ്റഡ് എയർലൈൻസ് 11-ാം നമ്പർ വിമാനം ഹൈജാക്ക് ചെയ്ത ഭീകരരിൽ ഒരാളായിട്ടുള്ള മുഹമ്മദ് അത്തയുടെ ഒരു ബാഗ് യാത്രക്കിടയിൽ മിസ്സിംഗ് ആയിരുന്നു. മനഃപൂർവ്വം മിസ്സാക്കിയതല്ലായിരുന്നു അയാളത്. പോർട്ട്ലാൻഡ് മെയിൻ വിമാനത്താവളത്തിൽ നിന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റിലേക്ക് ലഗേജുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനിടയ്ക്ക് അത് മിസ്സായി പോവുകയായിരുന്നു. ആ ബാഗ് ഈ അന്വേഷണത്തിനിടയിൽ കണ്ടെടുക്കപ്പെടുന്നു. അതിനുള്ളിൽ തെളിവുകളുടെ ഒരു ജാക്ക് പോട്ട് തന്നെ ഉണ്ടായിരുന്നു. ഈ 19 പേരും അമേരിക്കയുടെ ശത്രുപട്ടികയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അൽ ഖായ്ദയുടെ ഓപ്പറേറ്റീവുകളാണ് എന്നും അവരെ പറഞ്ഞയച്ചിട്ടുള്ളത് സാക്ഷാൽ ഒസാമ ബിൻ ലാദൻ തന്നെയാണ് എന്നും നിസ്സംശയം തെളിഞ്ഞു. അമേരിക്കൻ ജനതയെ ആകെ പിടിച്ചുകുലുക്കിയ ഒരു ആക്രമണമായിരുന്നു അത്. പേൾ ഹാർബറിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ 500 പേരെങ്കിലും അധികമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയ്ക്ക് നേരെ അൽ ഖായ്ദ ചാവേറുകൾ വഴി പല രാജ്യങ്ങളിലായിട്ട് പല ഭീകരാക്രമണങ്ങളും ഒസാമ ബിൻ ലാദൻ മുമ്പ് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു 9/11 ഭീകരാക്രമണം. അത് അമേരിക്കയുടെ മർമ്മത്തേറ്റ ഒരു അടിയായിരുന്നു. അമേരിക്കൻ ഗവൺമെൻറ്റും CIA-യും ചേർന്ന് ലോകഭൂപടത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് യഥേഷ്ടം തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അമേരിക്കൻ മണ്ണിലേക്ക് അതിൻ്റെ ഒന്നും പ്രത്യാഘാതങ്ങൾ എത്തില്ല എന്നൊരു മിഥ്യാധാരണയുണ്ടായിരുന്നത് പൊളിഞ്ഞടുങ്ങിയ നിമിഷമാണത്. ബിൻ ലാദനും സവാഹിരിയും ഒക്കെ ആഗ്രഹിച്ചതിലും എത്രയോ അപ്പുറത്തേക്ക് ഈ ആക്രമണത്തിൻ്റെ ആഘാതമെത്തി. ഈ ആക്രമണത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് മോചിതനാവാതെയാണ് പ്രസിഡന്റ് ബുഷിൽ നിന്ന് 2001 സെപ്റ്റംബർ 20-ന് കോൺഗ്രസിൽ നടത്തിയ പ്രസംഗത്തിനിടയ്ക്ക് എവറി നേഷൻ ഇൻ എവറി റീജിയൻ നൗ ഹാസ് എ ഡിസിഷൻ ടു മേക്ക്, ഐദർ യു ആർ വിത്ത് അസ് ഓർ യു ആർ വിത്ത് ദ ടെററിസ്റ്റ് എന്നൊരു പരാമർശം ഉയർന്നു വരുന്നത്. 9/11 ആക്രമണം ഉണ്ടായി ആഴ്ചകൾക്കുള്ളിൽ തന്നെ അമേരിക്ക വാർ ഓൺ ടെറർ എന്ന പേരിൽ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ ഒരു അൽ ഖായ്ദ വിരുദ്ധ പോരാട്ടത്തിനും തുടക്കം കുറിച്ചു. എന്നാൽ 9/11 ആക്രമണങ്ങളിൽ തനിക്ക് പങ്കില്ല എന്ന നിലപാടാണ് പൊതുജന മധ്യത്തിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഒസാമ സ്വീകരിച്ചത്. സെപ്റ്റംബർ 16-ന് അൽ ജസീറയ്ക്ക് ഇഷ്യൂ ചെയ്തൊരു സ്റ്റേറ്റ്മെൻറ്റിൽ അയാൾ ആ ആക്രമണത്തിന് താൻ ഉത്തരവാദിയല്ല എന്ന് പരാമർശിക്കുന്നുണ്ട്. ഈ ആക്രമണവുമായി ഒസാമ ബിൻ ലാദൻ ഉണ്ടായിട്ടുള്ള നേർബന്ധത്തെക്കുറിച്ചുള്ള അനിഷേധ്യമായിട്ടുള്ള തെളിവുകൾ അമേരിക്കയ്ക്ക് കിട്ടുന്നത് അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിലെ ഒരു വീട് റെയ്ഡ് ചെയ്യുന്നതിനിടയ്ക്ക് അവിടെ നിന്ന് കണ്ടെടുത്ത ഒരു വീഡിയോ ടേപ്പിലൂടെയാണ്. ആ വീഡിയോയിൽ തൻ്റെ സുഹൃത്തായിട്ടുള്ള മതപണ്ഡിതൻ ഖാലിദ് അൽ ഹർബിയെ കാണാനെത്തുന്ന വേളയിൽ അയാളോട് സംസാരിക്കുന്ന ലാദനെ കാണാം. ആ വീഡിയോയിൽ തനിക്ക് 9/11 ഭീകരാക്രമണത്തെക്കുറിച്ച് മുൻകൂർ അറിവുണ്ടായിരുന്നുവെന്നും അതിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ മാത്രമേ തൻ്റെ കണക്കൂട്ടലിൽ പിഴച്ചുള്ളൂ എന്നുമൊക്കെ ലാദൻ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം വന്ന വർഷങ്ങളിൽ പുറത്തുവിട്ടിട്ടുള്ള നിരവധി വീഡിയോ ഓഡിയോ റിലീസുകളിലും ഇയാൾ ഇതുപോലെ 9/11 ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നത് കാണാം. അത് പ്രവർത്തിച്ചവരെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുന്നതും കാണാം. അതിനുശേഷം 2001 ഡിസംബർ 26-ന് അൽ ജസീറ വഴി പുറത്തുവിട്ട ഒരു വീഡിയോ റിലീസിൽ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ സായുധ പോരാട്ടങ്ങൾ ശ്ലാഘനീയമാണ് എന്ന് സംശയത്തിനിടയില്ലാത്ത വിധത്തിൽ ലാദൻ പറയുന്നു. അതിനുശേഷം 2004 ഒക്ടോബർ 29-ന് അൽ ജസീറയ്ക്ക് നൽകിയ മറ്റൊരു വീഡിയോ ടേപ്പിൽ അയാൾ അമേരിക്കൻ ജനതയെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. 9/11 ആക്രമണം രാജ്യത്തിന് നേരെ അഴിച്ചുവിടാനുള്ളത് തൻ്റെ തീരുമാനമായിരുന്നുവെന്നും 19 ജിഹാദികളെ അന്ന് നിയോഗിച്ചത് താൻ തന്നെയാണ് എന്നും കൂടി അയാളന്ന് പറഞ്ഞു വെക്കുന്നു. അതോടെ ഒസാമ ബിൻ ലാദനെ എന്തു വില കൊടുത്തും പിടികൂടിയേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് അമേരിക്ക എത്തുന്നു. ഈ ഘട്ടത്തിൽ വിർജീനിയയിലെ ലാംഗ്ലിയിലുള്ള CIA ആസ്ഥാനത്ത് ബിൻ ലാദനെ കണ്ടെത്താൻ വേണ്ടി അസൈൻ ചെയ്യപ്പെട്ട സ്പെഷ്യൽ യൂണിറ്റ് ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുവരെ മുന്നിലുണ്ടായിരുന്ന തെളിവുകളെല്ലാം തന്നെ കോൾഡായി കഴിഞ്ഞിരുന്നു. 2001-ൽ അഫ്ഗാൻ ഇൻവേഷൻ സമയത്ത് അഫ്ഗാൻ മുജാഹിദീൻ പോരാളികളെ അമേരിക്കൻ സൈന്യം രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് തുരത്തുകയുണ്ടായി. ഇങ്ങനെ തോറ്റു പിന്മടങ്ങിയ മുജാഹിദീനുകൾക്കൊപ്പം സാക്ഷാൽ ഒസാമ ബിൻ ലാദനും തോറാബോറ മലമുകളിലെ ഗുഹകളിൽ ഒന്നിൽ ചെന്ന് അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരം അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് അപ്പോൾ കിട്ടുന്നു. അമേരിക്കൻ സപ്പോർട്ടോടുകൂടി ലോക്കൽ അഫ്ഗാനി ട്രൈബൽ പോരാളികൾ കരയിലൂടെ തോറാബോറ മലനിരകൾ 4 പാടൊന്നും അന്ന് വളയുന്നുണ്ട്.
അവരെ സഹായിക്കാൻ വേണ്ടി അമേരിക്കൻ വ്യോമസേനയുടെ പോർ വിമാനങ്ങളും ആകാശത്തു നിന്ന് മിസൈൽ വർഷം നടത്തി. എന്നാൽ ഇവരങ്ങ് മുകളിലെ ഗുഹകളിൽ ചെന്ന് പരിശോധന നടത്തുമ്പോഴേക്കും ഒസാമ ബിൻ ലാദൻ അവിടെ നിന്ന് മറ്റേതോ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ലോകത്ത് അന്ന് തലയ്ക്ക് ഏറ്റവും അധികം ഇനാമുള്ള ആ തീവ്രവാദി നേതാവിനെ പിടികൂടാനുള്ള ഒരു അവസരം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് തലനാരിഴയ്ക്കാണ് നഷ്ടമായത്. എന്നാൽ ഈ ഓപ്പറേഷന്റെ ഭാഗമായി അവർ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് അറസ്റ്റ് ചെയ്ത് ഗോണ്ടനാമോ ബേ പോലെയുള്ള കുപ്രസിദ്ധമായ ഇൻട്രോഗേഷൻ ഫെസിലിറ്റികളിൽ പാർപ്പിച്ചിട്ടുള്ള മറ്റ് അൽഖയ്ദ ഓപ്പറേറ്റീവുകളിൽ നിന്ന് അധികം വൈകാതെ ബിൻ ലാദനെ കുറിച്ച് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചേക്കുമെന്ന് തന്നെ അവർ പ്രതീക്ഷിച്ചു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഒരാളായിരുന്നു മുഹമ്മദ് അൽ ഖത്താനി. പിടിയിലാകും വരെ അങ്ങനെ ഒരു അൽഖയ്ദ ഓപ്പറേറ്റീവിനെ കുറിച്ച് CIA ഇന്ത്യയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ തന്നെയും ആവർത്തിച്ചുകൊണ്ടിരുന്നത് തനിക്ക് അൽഖയ്ദ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല എന്ന ഒരേ മൊഴിയാണ്. പരുന്തിനെ പറത്താനുള്ള തൻ്റെ കമ്പം പിന്തുടർന്നാണ് താൻ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയത് എന്നായിരുന്നു അയാളുടെ വാദം. CIA ഫോറൻസിക് ടീം പക്ഷേ പതിവ് പ്രൊസീജിയറിൻ്റെ ഭാഗമായി ഇയാളുടെ വിരലടയാളങ്ങൾ ശേഖരിച്ചു. അത് സിസ്റ്റത്തിലിട്ട് നോക്കിയപ്പോൾ കേവല ഭാഗ്യമെന്ന് മാത്രം പറയട്ടെ, അവർക്ക് ഒരു മാച്ച് കിട്ടി. 9/11 ആക്രമണങ്ങൾ നടക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രം അയാൾ കയ്യിൽ ഏതാണ്ട് $2,800 കൊണ്ട് ഒരു വൺ വേ ടിക്കറ്റിൽ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്തോ ഇയാളൊരു ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണോ എന്ന് സംശയം തോന്നി അന്ന് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ അയാൾക്ക് വിസ നിഷേധിക്കുകയായിരുന്നു. അന്ന് പകൽ തന്നെ ഇയാൾ ചെന്നിറങ്ങിയ ഒർലാൻഡോ എയർപോർട്ടിലെ ഒരു പേ ഫോണിൽ നിന്ന് അമേരിക്കയിൽ FBI നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരു അൽഖയ്ദ സ്ലീപ്പർ സെൽ നമ്പറിലേക്ക് ഒരു കോൾ ചെന്നിരുന്നു. ഈ രണ്ട് സംഭവങ്ങളെയും CIA കാണുന്നത് പരസ്പര ബന്ധമുള്ളവ എന്ന നിലയ്ക്കാണ്. ഇതേ തുടർന്ന് അവർ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയേക്കുമെന്ന പ്രതീക്ഷയിൽ അതേ വിമാനത്താവളത്തിൻ്റെ മുക്കിലും മൂലയിലും സ്ഥാപിച്ചിട്ടുള്ള CCTVകളുടെ മണിക്കൂറുകൾ നീളുന്ന ആയിരക്കണക്കിന് ദൃശ്യങ്ങൾ അരിച്ചുപെറുക്കി പരിശോധിച്ചു. ആ ഒരു അധ്വാനത്തിനൊടുവിൽ അവർക്ക് 9/11 അറ്റാക്സിൻ്റെ റിംഗ് ലീഡറായിരുന്ന മുഹമ്മദ് അത്ത വാടകയ്ക്കെടുത്തൊരു കാറ് വിമാനത്താവളത്തിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് കണ്ടുകിട്ടുന്നു. അന്ന് അത്ത ഇതേ ഖത്താനിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് വിമാനത്താവളത്തിൽ കാത്തിരുന്നത് എന്ന നിഗമനത്തിലേക്ക് അതോടെ അവരെത്തുന്നു. പെൻസിൽവാനിയയിൽ തകർന്നു വീണ അമേരിക്കൻ എയർലൈൻസിൻ്റെ 93-ാം നമ്പർ വിമാനത്തിൽ ഒരു ഹൈജാക്കറായിട്ട് ചെന്ന് കയറേണ്ടതായിരുന്നു ഖത്താനി എന്നും മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു. ഈ പുതിയ കണ്ടെത്തലുകളുടെ ബലത്തിൽ ഖത്താനി ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെട്ടു. വരും മാസങ്ങളിൽ അയാളിൽ നിന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് അൽഖയ്ദയുടെ വളരെ സങ്കീർണമായിട്ടുള്ള ഇന്റേണൽ ഓപ്പറേഷനുകളെക്കുറിച്ച് വളരെ നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ചോർന്നു കിട്ടുന്നു. അൽഖയ്ദയുടെ ലോജിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്തിരുന്ന അബു സുബൈദ എന്ന ഓപ്പറേറ്റീവിൽ നിന്ന് ചോദ്യം ചെയ്യലിനിടയ്ക്ക് വളരെ നിർണായകമായിട്ടുള്ളൊരു തുമ്പ് CIA വീണ് കിട്ടുന്നു. 9/11 ആക്രമണങ്ങൾ അരങ്ങേറുന്നതിന് മുമ്പ് 2001 ജൂലൈയിൽ അതിനുവേണ്ട ഗൂഢാലോചനകൾ നടത്തിയ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് എന്ന അൽഖയ്ദ ബുദ്ധി കേന്ദ്രം തനിക്ക് അബു അഹമ്മദ് അൽ കുവൈറ്റി എന്ന പേരിൽ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നുവെന്ന് അബു സുബൈദ വെളിപ്പെടുത്തി. ഓപ്പറേഷണൽ സെക്യൂരിറ്റിയിൽ ഖത്താനിക്ക് വേണ്ട പരിശീലനം നൽകിയത് ഇതേ അൽ കുവൈറ്റിയാണ് എന്നും ഇയാൾ പറഞ്ഞു. അതോടെ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് അൽഖയ്ദയുടെ ഹൈറാർക്കിയെക്കുറിച്ച് കുറെക്കൂടി മെച്ചപ്പെട്ട ധാരണ കിട്ടി. ഏറ്റവും താഴെയുള്ളത് പ്രാഥമിക പരിശീലനം മാത്രം സിദ്ധിച്ച ഓപ്പറേറ്റീവുകളാണ്. അവർക്ക് മേലെ വിദഗ്ധരായ പ്ലാനേഴ്സിൻ്റെയും എക്സിക്യൂട്ടേഴ്സിൻ്റെയും ഒരു ലെയർ ഉണ്ടാവും. അവർക്കും മുകളിലായി ബിൻ ലാദൻ എന്ന ബുദ്ധി കേന്ദ്രം. പാകിസ്ഥാനിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ ഏതോ സുരക്ഷിതമായ ഒളിവിടത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഹൈറാർക്കിയിലൂടെ താഴേക്ക് ഒസാമ ബിൻ ലാദൻ്റെ കമാൻഡുകൾ അപ്പോഴും നിർബാധം നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് CIA മനസ്സിലായി. അവർക്കറിയേണ്ടിയിരുന്നത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ആധുനിക ഗാഡ്ജറ്റുകൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്ന ശീലമില്ലാതിരുന്ന ബിൻ ലാദൻ എങ്ങനെയാണ് തൻ്റെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും താഴെത്തട്ടിലെ ഓപ്പറേറ്റീവുകളിലേക്ക് എത്തിച്ചിരുന്നത് എന്നതാണ്. ലാദൻ തനിക്ക് താഴോട്ടുള്ളതുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് വ്യക്തികളുടെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്ന ഓഡിയോ ടേപ്പുകൾ വഴിക്കാണ് എന്ന് CIA ബോധ്യപ്പെടുന്നു. ആ ഒരു കൊറിയർ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയാൽ അവരിലൂടെ ഒസാമ ബിൻ ലാദൻ്റെ കൃത്യം ലൊക്കേഷൻ കണ്ടെത്താനാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ഇതിനിടയ്ക്ക് 2004 പകുതിയോടെ കുർദിഷ് ഇൻ്റലിജൻസ് ഏജൻസികൾ ഹസൻ ഗുൽ എന്നുപേരുള്ള ഒരു അൽഖയ്ദ ഓപ്പറേറ്റീവിനെ പിടികൂടുന്നു. അയാളുടെ പക്കൽ ബിൻ ലാദനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കത്തുണ്ടായിരുന്നു. ഗുല്ലിനെ കുർദിഷ് ഏജൻസികൾ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് കൈമാറുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാളും ഒസാമയിലേക്ക് നീളുന്ന ഒരു സുപ്രധാന തെളിവ് നൽകുന്നു. ഒസാമയിലേക്ക് നേരിട്ട് നീളുന്ന ഒരു കൊറിയർ അബു അഹമ്മദ് അൽ കുവൈറ്റി ആണ് എന്ന് ഹസൻ ഗുല്ലും മൊഴി നൽകുന്നു. അതോടെ അന്വേഷണത്തിൻ്റെ ഫോക്കസ് അബു അഹമ്മദ് അൽ കുവൈറ്റിയിലേക്ക് നീളുന്നു. ഈ അബു അഹമ്മദ് അൽ കുവൈറ്റിക്ക് അൽഖയ്ദയിലുള്ള റോളിനെ പറ്റി പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് CIA പലരിൽ നിന്നും കിട്ടിയത്. ഈ ഹസൻ ഗുൽ പറഞ്ഞത് കുവൈറ്റിക്ക് കാര്യമായിട്ടുള്ള റോളും ഒസാമ ബിൻ ലാദനുമായിട്ട് നേരിട്ടുള്ള ബന്ധവുമുണ്ട് എന്നും അതിനിടെ CIA പിടിയിലാകപ്പെട്ട് ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരുന്ന 9/11 കോൺസ്പിറേറ്ററായിട്ടുള്ള ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിനോടും അതുപോലെ ഖാലിദിൻ്റെ അടുത്തനിയായി അബു ഫറാജ് അൽ ലിബിയുമായിട്ടും ഒക്കെ ഈ കുവൈറ്റിക്ക് കാര്യമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് എന്നുമാണ്. എന്നാൽ ഈ കുവൈറ്റി പണ്ടെന്നോ അൽഖയ്ദയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന നിലവിൽ ആക്റ്റീവ് അല്ലാത്തൊരു ഓപ്പറേറ്റീവ് ആണ് എന്നായിരുന്നു ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ മൊഴി. മെയ് 2005 ഈ അബു ഫറാജ് അൽ ലിബി കൂടി CIA പിടിയിലാകപ്പെടുന്നു. ചോദ്യം ചെയ്യലിനിടെ ലിബിയും അൽ കുവൈറ്റിയെ അറിയില്ല എന്ന് ആവർത്തിച്ചു.
മറ്റൊരാളെ കൂടി CIA അന്ന് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അൽ ഖയ്ദയുടെ സൗത്ത് ഈസ്റ്റ് അഫിലിയേറ്റ് ഗ്രൂപ്പിലെ ഹംബാലി എന്നു പേരുള്ള മറ്റൊരു ഓപ്പറേറ്റീവ്. അയാളാണെങ്കിൽ ഈ രണ്ടുപേരും പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ളൊരു മൊഴിയാണ് അന്ന് കൊടുക്കുന്നത്. കുവൈറ്റിക്ക് ലാദനുമായിട്ട് അടുത്ത ബന്ധങ്ങളുണ്ട് എന്ന് ഹംബാലി ഉറപ്പിച്ചു പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ വിട്ടോടിയ താലിബാനും അവരുടെ അൽ ഖയ്ദ പോരാളികൾക്കും വേണ്ടി കറാച്ചിയിലെ ഒരു സേഫ് ഹൗസ് മാനേജ് ചെയ്യുന്നത് ഈ കുവൈറ്റിയാണ്. അതോടെ ഈ അബു അഹമ്മദ് അൽ കുവൈറ്റിയാണ് അടുത്തായിട്ട് പിടികൂടേണ്ടത് എന്ന് CIAക്ക് ഉറപ്പായി. ഒരൊറ്റ തടസ്സം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അബു അഹമ്മദ് അൽ കുവൈറ്റി എന്ന പേരൊഴിച്ച് ബാക്കി ഒരു വിവരവും ഇയാളെക്കുറിച്ച് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പക്കലില്ലായിരുന്നു. കുവൈത്തിലുള്ള ഏതോ ഒരു അഹമ്മദിൻ്റെ അച്ഛൻ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അത് അയാളുടെ ഒറിജിനൽ പേരല്ല, ഒരു ഏലിയാസ് മാത്രമാണ്. 2007 9/11 ആക്രമണം നടന്ന് 6 വർഷങ്ങൾക്കിപ്പുറം CIAക്ക് ഒടുവിൽ അബു അഹമ്മദ് അൽ കുവൈറ്റിയുടെ യഥാർത്ഥ പേര് വെളിപ്പെട്ട് കിട്ടുന്നു. അത് പക്ഷേ അന്ന് അവർക്ക് സ്വന്തം റിസർച്ചിൽ നിന്ന് കിട്ടിയതല്ല. അവർക്കത് അന്ന് കൈമാറിയത് ഏതോ ഫോറിൻ ഇൻ്റലിജൻസ് ഏജൻസിയാണ്. ഏത് ഏജൻസിയാണെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല എന്ന് മാത്രം. എന്തായാലും അബു അഹമ്മദ് അൽ കുവൈറ്റിയുടെ ശരിക്കുള്ള പേര് ഇബ്രാഹിം സയ്യിദ് അഹമ്മദ് എന്നാണ് എന്ന നിർണായക വിവരം 2007 CIAക്ക് കിട്ടുന്നു. അൽ കുവൈറ്റി എന്നൊരാളുണ്ട് എന്ന വിവരം കയ്യിൽ കിട്ടി 2 വർഷം കഴിഞ്ഞിട്ടാണ് അയാളുടെ ശരിക്കുള്ള പേര് അമേരിക്കൻ ഇൻ്റലിജൻസിന് കിട്ടിയത് എങ്കിൽ അയാളുടെ ശരിക്കുള്ള പേര് കിട്ടി പിന്നെയും നിരവധി വർഷങ്ങൾ കഴിയേണ്ടി വന്നു അയാളുടെ ലൊക്കേഷൻ കണ്ടെത്തി അയാളിലേക്ക് അടുക്കാൻ. 2010 NSAക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്ന് കുവൈറ്റിയുമായിട്ട് ബന്ധം പുലർത്തുന്നത് എന്ന് സംശയമുള്ള ചില ടെലിഫോൺ നമ്പറുകളെ കുറിച്ചുള്ള ഇൻ്റൽ കിട്ടുന്നു. ആ നമ്പറുകൾ അന്ന് അവർ സർവേലൻസിൽ വെക്കുന്നു. ഈ നമ്പറുകൾ തമ്മിൽ നടന്ന എണ്ണമറ്റ ഫോൺ സംഭാഷണങ്ങൾ അവർ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒട്ടും എളുപ്പമല്ലായിരുന്നു ഈ സർവേലൻസ്. ഈ കോളുകളിൽ ഒരെണ്ണം അവർക്ക് അൽ കുവൈറ്റിയുമായിട്ടാണോ എന്ന് സംശയം തോന്നി. കാരണം അറബിക്കും പഷ്തൂണിയും കലർന്ന ഒരു മിശ്ര ഭാഷയിലായിരുന്നു മറുതലയ്ക്കൽ നിന്നുള്ള സംസാരം. അത് പാകിസ്ഥാൻ്റെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസിൽ കഴിയുന്നവർ സംസാരിക്കുന്ന ഒരു ഡയലക്റ്റാണ്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് വന്ന ഒരു ISD കോളിൽ ഈ വ്യക്തിയുടെ ഒരു ബാല്യകാല സ്നേഹിതനായിട്ടുള്ള ആരോ ഒരാൾ ഇയാളുടെ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. ആ ചോദ്യം കേട്ടപ്പോൾ ഒരല്പനേരം പരിങ്ങിയ ശേഷം അയാൾ അത് ഡോട്ട് ചെയ്യുന്നു. ഞാൻ ആരുടെ ഒപ്പം ആയിരുന്നോ മുമ്പ് അയാൾക്കൊപ്പം തന്നെയാണ് ഇപ്പോഴും എന്നൊരു ക്രിപ്റ്റിക് ഉത്തരമാണ് അയാൾ ആ ചോദ്യത്തിന് നൽകുന്നത്. ഒപ്പം എന്തു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോഴും ഈ വ്യക്തി തൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ, കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നതായിട്ടും ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് തോന്നി. എന്ന് മാത്രമല്ല, ഇയാളുടെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന വിവരം അവർക്ക് കിട്ടിയത് ഈ ഫോണിൽ സംസാരിക്കുന്ന നേരത്തല്ലാതെ ബാക്കിയുള്ള സമയത്തൊക്കെയും ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് ഇരിക്കുക. പെഷാവർ നഗരത്തിൻ്റെ പരിധിക്ക് അകത്തേക്ക് വന്നാൽ മാത്രമേ ഇയാൾ ഈ ഫോണിൽ ബാറ്ററി ഇടാറുള്ളൂ എന്നും അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ അന്ന് കണ്ടെത്തുന്നു. ഇങ്ങനെ പല പല ഘടകങ്ങളും ചേർന്നപ്പോൾ ഈ നമ്പറിനുടമ അബു അഹമ്മദ് അൽ കുവൈറ്റി എന്ന തങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരൻ തന്നെയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അയാളിലേക്ക് ഫിസിക്കലി ലോക്കിൻ ചെയ്യാനുള്ള കഠിന പ്രയത്നങ്ങൾ തന്നെ അതോടെ CIAയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. 2010 ഓഗസ്റ്റിൽ ഒരു പാകിസ്ഥാനി CIA ഏജൻറ്റ് ഇയാൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനം ഏതാണ് എന്ന് കണ്ടെത്തി. അതൊരു വെള്ള സുസുക്കി വാൻ ആയിരുന്നു. ഈ വാഹനത്തെ CIA അത് പോകുന്നിടത്തെല്ലാം പിന്തുടർന്ന് ചെല്ലാൻ തുടങ്ങി. വാഹനം ഉപഗ്രഹ നിരീക്ഷണത്തിലുമായി. കുവൈറ്റിയെ പിന്തുടർന്ന് ചെന്ന് അവർ അയാൾ താമസിച്ചിരുന്ന വീട്ടിലും ഒടുവിൽ എത്തിപ്പെട്ടു. വീട് കണ്ടുപിടിച്ച ശേഷം അവർക്ക് ഒരു കാര്യം ഉറപ്പായി: ഇയാളെ കുറെ കൂടി ക്ലോസ് ആയിട്ട് പിന്തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ബിൻ ലാദൻ താമസിക്കുന്ന ഒളിയിടത്തിലേക്കും തങ്ങൾക്ക് ഒരു നാൾ എത്താനായേക്കും. എന്നാൽ ഇവർ കുവൈറ്റിയുടേതെന്ന് മനസ്സിലാക്കി വീട് കുറെ കൂടി അടുത്ത് പരിശോധിച്ചതോടെ തങ്ങൾ തേടി നടന്നിരുന്ന ലാദൻ്റെ വീട് ഇതുതന്നെ ആകാമെന്നും അവർക്ക് തോന്നി. കുവൈറ്റിയും ലാദനും ഒരേ വീട്ടിൽ ഒരേ കൂരയ്ക്ക് കീഴിലാകാം ഒരുപക്ഷെ കഴിയുന്നത് എന്ന് CIAക്ക് തോന്നി. ഇസ്ലാമാബാദിൽ നിന്ന് 120 കിലോമീറ്റർ മാത്രം അകലെ കിടക്കുന്ന അബോട്ടാബാദ് എന്ന പട്ടണത്തിലെ ഒരു വലിയ കോമ്പൗണ്ടിലുള്ള സാമാന്യം വലിപ്പമുള്ള ഈ മാളികയ്ക്കുള്ളിൽ താമസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒസാമ ബിൻ ലാദൻ എന്ന തങ്ങൾ വർഷങ്ങളായി തേടുന്ന കൊടിയ ഭീകരനുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വാഷിംഗ്ടന് മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. എങ്കിലും എന്തുകൊണ്ടോ 2001 സെപ്റ്റംബർ 11 മുതൽക്കുള്ള തങ്ങളുടെ ഗതികെട്ട അന്വേഷണങ്ങൾക്ക് ഒരു അവസാനം ഇങ്ങ് അടുത്തെത്തിയെന്ന് അവരിൽ ചിലരുടെയെങ്കിലും മനസ്സ് മന്ത്രിച്ചു. ഇനിയുള്ള സ്വാഭാവിക നടപടി ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് കമാൻഡോ ഓപ്പറേഷൻ നടത്തി ആ വീട് ആക്രമിച്ച് അവിടെ ഉണ്ടെന്ന് കരുതുന്ന ഒസാമ ബിൻ ലാദനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നതാണ്. എന്നാൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ അത്ര എളുപ്പമല്ല. പാകിസ്ഥാൻ്റെ അതിർത്തിക്കുള്ളിലാണ് ഈ അബോട്ടാബാദ് പട്ടണം. അവിടെ ഒസാമ ബിൻ ലാദൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പാക് ഗവൺമെൻറ്റിൻ്റെ വിശേഷിച്ച ISAയുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി തന്നെ ആയിരിക്കും. കാര്യം പാകിസ്ഥാൻ അമേരിക്കയുടെ സഖ്യകക്ഷിയൊക്കെ ആണെങ്കിലും ലാദൻ്റെ കാര്യത്തിൽ അൽ ഖയ്ദയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ എന്നും രണ്ടു മനസ്സാണ്. അമേരിക്കയ്ക്ക് സ്വന്തം മണ്ണിൽ ഭീകരവാദ വിരുദ്ധ ഓപ്പറേഷനുകൾ നടത്താൻ വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന സമയത്ത് തന്നെ അവർ ഭീകരവാദികൾക്കും വേണ്ട സഹായങ്ങൾ നൽകാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണമെങ്കിൽ അതൊരു കാരണവശാലും പാകിസ്ഥാനി ഗവൺമെൻറ്റോ ഇൻ്റലിജൻസ് ഏജൻസികളോ അറിഞ്ഞുകൊണ്ടാകാൻ പറ്റുകയില്ല. അതപ്പോൾ തന്നെ തീവ്രവാദികൾക്ക് ചോർന്നു കിട്ടും.
അഥവാ ബിൻ ലാദൻ ആ കോമ്പൗണ്ടിനുള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ട സമയവും അവർക്ക് കിട്ടും. അതുകൊണ്ട് ആരും അറിയാതെ രാത്രിയുടെ മറവിൽ ഏറെ രഹസ്യമായിട്ട് വേണം അങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ. പക്ഷെ അങ്ങനെ ചെയ്യും മുമ്പ് ഒസാമ ബിൻ ലാദൻ എന്ന തീവ്രവാദി ആദ്യം ആ വീട്ടിനുള്ളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചുറപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ വരും ആഴ്ചകളിൽ ആ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മൾട്ടി ലെയർഡ് ഇൻ്റലിജൻസ് ഓപ്പറേഷൻ തന്നെ നടത്തുന്നു. ആദ്യമായി അവർ ചെയ്യുന്നത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ പതിവ് ജീവിത രീതികൾ നിരീക്ഷിക്കാൻ വേണ്ടി ഡ്രോണുകളും ഉപഗ്രഹ ചിത്രങ്ങളും വഴി ഒരു 24/7 സർവൈലൻസ് ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ നിരീക്ഷിച്ചവരുടെ കൂട്ടത്തിൽ അവരൊരിക്കൽ പോലും ആ കോമ്പൗണ്ട് വാൾ വിട്ടുപോകാത്ത, എന്നാൽ അവിടുത്തെ പൂന്തോട്ടത്തിൽ ഇടയ്ക്കിടെ ഉലാത്തുന്ന ദ പേസർ എന്ന് അന്വേഷകർ വിശേഷിപ്പിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. ഉപഗ്രഹങ്ങൾ ചിത്രം പിടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തൻ്റെ വെജിറ്റബിൾ ഗാർഡൻ്റെ റൂഫ് ഏരിയയ്ക്ക് അടിയിൽ മാത്രം ഉലാത്തിക്കൊണ്ടിരുന്ന അയാളുടെ ഡിസ്ക്രിപ്ഷൻസ് ഒസാമ ബിൻ ലാദനുമായിട്ട് ഏറെ സാമ്യമുള്ളതായിരുന്നു. CIA അടുത്തായിട്ട് നിരീക്ഷിച്ചത് കുടുംബത്തിൻ്റെ തുണികൾ അലക്കിയിട്ടിരുന്ന അയയാണ്. അതിൽ വിരിച്ചിട്ടിരുന്ന തുണികളിൽ നിന്ന് അവർ ആ വീട്ടിൽ താമസിക്കുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ ഏകദേശ പ്രായങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്നു. ലാദൻ ഫാമിലിയുടെ എന്ന് ഇൻ്റലിജൻസ് ഫയലിൽ ഉണ്ടായിരുന്ന വിവരണങ്ങളോട് അവയ്ക്കും ഏറെക്കുറെ സാമ്യമുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഈ ഒരു വീട്ടിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ ഓൺ ഗ്രൗണ്ടായിട്ടൊരു ലോക്കൽ സേഫ് ഹൗസ് CIA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ ഒരു ഗ്രൗണ്ട് വാൻറ്റേജ് പോയിന്റിൽ നിന്ന് ഈ വീടിനെ കുറെ കൂടി സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു തുടങ്ങിയതോടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ഒരു അസ്വാഭാവികത കൂടി തിരിച്ചറിയാനായി. ഏറെ പണം ചെലവിട്ട് നിർമ്മിച്ച ഒരു ഹൈ സെക്യൂരിറ്റി മാളികയായിരുന്നിട്ടും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡാറ്റ ബന്ധങ്ങൾ ഒന്നും തന്നെയില്ല. അതായത് ആ ബംഗ്ലാവിൽ ഒരു ടെലിഫോൺ കണക്ഷൻ എടുത്തിട്ടില്ല. അത്രയും പേർ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമായിട്ട് അത്രയും പേരവിടെ കഴിയുന്നുണ്ടായിരുന്നിട്ടും ആ വീട്ടിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല. അത് വളരെ അസ്വാഭാവികമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അതുമാത്രമല്ല, ആ വീട്ടിലെ താമസക്കാർ അവിടെ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ കളക്ട് ചെയ്യാൻ ആരെങ്കിലും ഏൽപ്പിക്കുന്നതിന് പകരം ആ വീടിൻ്റെ പിന്നാമ്പുറത്തിട്ട് കത്തിച്ച് കളയുകയാണ് പതിവ്. ഇങ്ങനെ അസ്വാഭാവികതകൾ പലതും കുന്നുകൂടി തുടങ്ങിയതോടെ CIA സംഘത്തിൻ്റെ സംശയങ്ങൾ ബലപ്പെട്ടു വന്നു. ആ ഒരു ഓപ്പറേഷനിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ലാദൻ ആ വീട്ടിലുണ്ട് എന്നതിൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള എന്തെങ്കിലും തെളിവ് ശേഖരിക്കാൻ വേണ്ടി CIA അന്ന് ഷക്കീൽ അഫ്രീദി എന്നൊരു ലോക്കൽ ഡോക്ടറുടെ സഹായത്തോടു കൂടി അബോട്ടാബാദിൽ ഒരു ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ ഡ്രൈവ് തന്നെ നടത്തുന്നു. ഡോക്ടറും ഒരു നഴ്സും കൂടി ഈ വീട്ടിലേക്ക് കയറി ചെല്ലുകയും നഴ്സ് അകത്ത് കയറി അവരുടെ DNA ശേഖരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലാദൻ്റെ മക്കളിൽ ആരുടെയെങ്കിലും DNA കിട്ടുകയാണെങ്കിൽ അത് 2010 ബോസ്റ്റണിൽ വെച്ച് മരിച്ചുപോയ അയാളുടെ സഹോദരിയുടേതുമായിട്ട് മാച്ച് ചെയ്ത് ഉറപ്പിക്കാമെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ വ്യാജ വാക്സിനേഷൻ ക്യാമ്പിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ബിൻ ലാദൻ്റെ വീട്ടിലേക്ക് ചെന്ന സംഘത്തിലെ നഴ്സിന് അകത്തേക്ക് പ്രവേശനമൊക്കെ ലഭിച്ചുവെങ്കിലും അവർ പ്ലാൻ ചെയ്ത പോലെ കുട്ടികളുടെ DNA സാമ്പിൾ ശേഖരിക്കാൻ അന്നവർക്കായോ എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. ഏറ്റവും അവസാനമായി ഈ ഒരു കമാൻഡോ ഓപ്പറേഷന് മുമ്പായി അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ അവരുടെ അനലിസ്റ്റുകളിൽ ഏറ്റവും സ്കെപ്റ്റിക് ആയിട്ടുള്ള കുറച്ചുപേരെ കൂട്ടി ഒരു റെഡ് ടീം ഉണ്ടാക്കുന്നു. ആ വീട്ടിൽ ലാദനല്ല താമസം എന്ന് വരാനുള്ള സാധ്യത എത്ര ശതമാനമായിരിക്കുമെന്ന് കണ്ടെത്താൻ വേണ്ടി അവർ നിയോഗിക്കുന്നു. അവിടെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും അൽ-ഖായ്ദ നേതാവോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ഏതെങ്കിലും ഒരു ഡ്രഗ് ലോഡോ ഒക്കെ ആവാനുള്ള സാധ്യത കൂടി പരിശോധിക്കാനായിരുന്നു ആ ഡിപ്ലോയ്മെൻറ്റ്. എന്നാൽ ഈ റെഡ് ടീമും എത്തിച്ചേരുന്നത് ആ വീട്ടിൽ താമസിക്കുന്ന VIP ഒസാമ ബിൻ ലാദൻ തന്നെയാണ് എന്ന നിഗമനത്തിലാണ്. അതോടെ കെട്ടിടത്തിലേക്ക് ഒരു മിന്നൽ കമാൻഡോ ഓപ്പറേഷൻ നടത്തുകയല്ലാതെ മറ്റു വഴിയില്ല എന്നായി. 2011 മെയ് 1 അമേരിക്കൻ സൈന്യത്തിൻ്റെ 2 MH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും 3 ചിനൂക്ക് ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററുകളും വടക്കുകിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം എയർബേസിൽ നിന്ന് വളരെ ലോ പ്രൊഫൈലായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നു. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദ് എന്ന സ്റ്റേജിംഗ് എയർബേസ് വഴിയായിരുന്നു അവരുടെ യാത്ര. ഡെവ്ഗ്രൂ അഥവാ നേവി സീൽസ് ടീം 6 എന്നറിയപ്പെട്ടിരുന്ന സ്പെഷ്യൽ കമാൻഡോ ടാസ്ക് ഫോഴ്സിൻ്റെ റെഡ് സ്ക്വാഡ്രനിൽപ്പെട്ട ഡസൻ കണക്കിന് കമാൻഡോകളും കെയ്റോ എന്നു പേരുള്ള ഒരു ബെൽജിയൻ മരീനോയ്സ് മിലിറ്ററി വർക്കിംഗ് ഡോഗുമായിരുന്നു ആ 5 ചോപ്പറുകളായിട്ടുണ്ടായിരുന്നത്. അബോട്ടാബാദിലെ ലാദൻ്റെ കെട്ടിടമായിരുന്നു അവരുടെ ലക്ഷ്യം. വളരെ സീക്രട്ടായിട്ട് പ്ലാൻ ചെയ്ത ആ മിഷനെ പറ്റി അമേരിക്കൻ സൈന്യത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിരലിൽ ഉണ്ടാവുന്ന ചില അധികാരികൾക്ക് മാത്രമേ അത് അറിവുണ്ടായിരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ വിവരം ചോരുമോ എന്ന് ഭയന്ന് ഇങ്ങനൊരു ഓപ്പറേഷനെക്കുറിച്ച് പാകിസ്ഥാനി മിലിറ്ററി ഹാൻഡിലുകളെ പോലും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാക് ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെ കണ്ണിൽ പെടാതെ വേണം അബോട്ടാബാദ് വരെ പോകാൻ. അത് ഏറെ ശ്രമകരമാണ്. കാരണം പാകിസ്ഥാനി മിലിറ്ററി അക്കാദമിയുടെ മൂക്കിന് ചുവട്ടിലാണ് അബോട്ടാബാദിലെ ലാദൻ്റെ ഈ ഒളിസങ്കേതം. ഇങ്ങനൊരു ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ലാദൻ അവിടെ കഴിയുന്നത് എന്നുകൊണ്ട് തന്നെ ഫോർട്ടിഫൈഡ് ആണ് ആ കോമ്പൗണ്ട്. ചുറ്റിനും 12 മുതൽ 18 അടി വരെ ഉയരമുള്ള മുള്ളുവേലി കെട്ടി ബലപ്പെടുത്തിയ ചുറ്റുമതിലുകളുണ്ടായിരുന്നു. ജനാലകളെല്ലാം തന്നെ പ്രകാശം അകത്ത് കടക്കാത്ത വിധത്തിൽ ബ്ലാക്കും ചെയ്തിട്ടുണ്ട്. ബാൽക്കണികളിൽ പോലും പ്രൈവസി ഉറപ്പിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നേവി സീലുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രോപ്പിംഗ് ഇൻ ദ ഡാർക്ക് ഓപ്പറേഷനാണ്. ഹിന്ദുക്കുഷ് മലനിരകളിലൂടെ ഏതാണ്ട് 1 മണിക്കൂർ ദൂരം സഞ്ചരിച്ച ശേഷം ഹെലികോപ്റ്ററുകൾ അബോട്ടാബാദിലെത്തി. നേരം അപ്പോഴേക്കും ഇരുട്ടി തുടങ്ങി. ലാദൻ കോമ്പൗണ്ടിലേക്ക് ഇനിയും 18 മിനിറ്റോളം യാത്രയുണ്ട്.
ഇനിയുള്ള യാത്ര നിരീക്ഷണ കണ്ണുകളെ വെട്ടിച്ചുകൊണ്ട് ലോ ആൾട്ടിറ്റ്യൂഡിലുള്ള ഏറെ അപകടകരമായിട്ടുള്ള പറക്കലാണ്. അങ്ങനെ മുന്നോട്ട് പോയി ഒടുവിൽ ലാദൻ താമസിക്കുന്നത് എന്ന് കരുതപ്പെടുന്ന കെട്ടിടം കൺമുന്നിൽ കാണാൻ തുടങ്ങിയതോടെ ആ ദൗത്യം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നു. ആ 5 ചോപ്പറുകളിൽ 2 എണ്ണമാണ് ഓപ്പറേഷനിൽ പങ്കെടുക്കുക. ബാക്കി 3 എണ്ണം എന്തെങ്കിലും അത്യാവശ്യത്തിന് ബാക്കപ്പ് എടുക്കേണ്ടി വന്നാൽ അതിനുവേണ്ടി ഒരല്പം പിറകിൽ കാത്തു നിൽക്കും. മുന്നോട്ട് പോയ 2 ബ്ലാക്ക് ഹോക്ക് ചോപ്പറുകളിലായിട്ട് ഉണ്ടായിരുന്ന 24 അമേരിക്കൻ നേവി സീലുകൾക്ക് നിറവേറ്റാനുണ്ടായിരുന്നത് 3 ലക്ഷ്യങ്ങളാണ്. ആദ്യം ആരും അറിയാതെ ലാൻഡ് ചെയ്യണം. 2 ആരെയും ഉണർത്താതെ ആ കെട്ടിടത്തിന് ഉള്ളിൽ കടന്നു കയറണം. 3 പരമാവധി ഗോപ്യമായി തന്നെ ബിൻ ലാദനെ കണ്ടെത്തി ജീവനോടെയോ അല്ലാതെയോ പിടികൂടണം. അതിൽ ഒരു ഹെലികോപ്റ്റർ ആ കോമ്പൗണ്ട് വാളിനുള്ളിൽ കൊണ്ട് നിർത്തി ഹോവർ ചെയ്യിക്കണം. ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പ്രധാന കമാൻഡോ സംഘം കയറിൽ തൂങ്ങി ഇറങ്ങണം. അതേസമയം തന്നെ 2ാമത്തെ ചോപ്പർ അതേ കോമ്പൗണ്ടിന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്കിൽ ചെന്ന് ഹോവർ ചെയ്ത് നിന്നുകൊണ്ട് ഇന്റർപ്രറ്റർ അഹമ്മദ്, ഡോഗ് കെയ്റോ, അതിന് ഹാൻഡ്ലർ, പെരിമീറ്റർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 കമാൻഡോകൾ എന്നിവരെ ഇറക്കണം. നേരത്തെ മുറ്റത്ത് ആദ്യത്തെ ഹെലികോപ്റ്ററിൽ നിന്ന് റോപ്പിൻ ചെയ്തിറങ്ങിയ സംഘം അപ്പോഴേക്കും ഗ്രൗണ്ട് ഫ്ലോറിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറി ഓപ്പറേഷൻ ആരംഭിക്കണം. ഇത്രയുമായിരുന്നു മിഷൻ പ്ലാൻ. എന്നാൽ ആ പ്ലാനിന് വിരുദ്ധമായ ചിലത് അപ്പോൾ അവിടെ നടന്നു. ആദ്യത്തെ ചോപ്പർ കോമ്പൗണ്ട് വാളിന് അകത്ത് കയറി ആകാശത്ത് ഹോവർ ചെയ്ത് നിൽക്കുമ്പോൾ അതിന് ഹെലികോപ്റ്റർ ഏവിയേഷനിൽ വോർട്ടെക്സ് റിംഗ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഒരു സവിശേഷ അപായ അവസ്ഥയെ നേരിടേണ്ടി വന്നു. അതിൽപ്പെട്ട ചോപ്പറിന്റെ നിയന്ത്രണം ചെറുതായിട്ടൊന്ന് പാളി അതിൻ്റെ ടെയിൽ ചെന്ന് ആ കോമ്പൗണ്ട് വാളിൽ തട്ടി അതിൻ്റെ റോട്ടറിന് തകരാറ് സംഭവിച്ചു. ആ സാഹചര്യത്തിൽ ചോപ്പർ നിയന്ത്രണം തെറ്റി വട്ടം ചുറ്റുന്നത് തടയാൻ വേണ്ടി പൈലറ്റ് ഹെലികോപ്റ്ററിനെ മൂക്കും കുത്തി കോമ്പൗണ്ട് വാളിന് മുകളിലേക്ക് ചാരി സോഫ്റ്റ് ക്രാഷ് ലാൻഡ് ചെയ്യിച്ചു. ഇത് കണ്ട 2ാമത്തെ ചോപ്പർ പ്ലാൻ ബി പ്രകാരം കോമ്പൗണ്ട് വാളിന് പുറത്തു കൊണ്ട് ലാൻഡ് ചെയ്തു. അതിലെ സീലുകൾ മതിൽ ചാടി അകത്തേക്ക് കടന്നു. ബഹളം കേട്ടുകൊണ്ട് കെട്ടിടത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ആദ്യം തോക്കുമായി പുറത്തു വരുന്നത് വെള്ള നിറത്തിലുള്ള സൽവാർ കമ്മീസ് ധരിച്ച ഒരാളാണ്. അത് CIA കൃത്യമായിട്ട് ലാദന്റെ താവളത്തേക്ക് തന്നെ നയിച്ച ആ വെള്ള സുസുക്കി വാനിന്റെ ഉടമ ബിൻ ലാദന് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സന്ദേശവാഹകനായിട്ടുള്ള അബു അഹമ്മദ് അൽ കുവൈറ്റി ആയിരുന്നു. അയാൾക്ക് ട്രിഗർ അമർത്താൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ നേവി സീലുകളുടെ തോക്കുകളിൽ നിന്ന് പുറപ്പെട്ട വെടിയുണ്ടകൾ അയാളെ നിർവീര്യനാക്കി. ശേഷം കമാൻഡോ സംഘം ആ കോമ്പൗണ്ടിലെ അവസാനത്തെ ഗേറ്റും തകർത്ത് 3 നിലകളുള്ള പ്രധാന വീടിന് മുന്നിലെ മുറ്റത്തേക്ക് എത്തിച്ചേരുന്നു. അവിടേക്ക് കാലുകുത്തിയതും AK-47 തോക്കുമായി അൽ കുവൈറ്റിയുടെ സഹോദരൻ അബ്രാർ അവർക്ക് നേരെ വന്നു. കമാൻഡോ സംഘത്തിന്റെ തോക്കുകൾ വീണ്ടും തീതുപ്പി. അബ്രാറും അയാൾക്കരികിൽ നിരായുധയായിട്ട് നിന്ന ഭാര്യ ബുഷറയും വെടിയേറ്റു വീണു. ആ കെട്ടിടത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് അപ്പോഴേക്കും വളരെ നാടകീയമായ ചില സാഹചര്യങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. സൽവാർ കമ്മീഷന് മുകളിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഇട്ട് ആ സംഘത്തോടൊപ്പം എത്തിയ പരിഭാഷകൻ അഹമ്മദ് അയാളൊരു പാകിസ്ഥാനി പോലീസുകാരനാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവിടെ കാവൽ നിന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസികളോട് അയാൾ അകത്ത് നടക്കുന്നത് വെറും ഒരു മിലിറ്ററി ഡ്രിൽ മാത്രമാണ് എന്നും എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകണമെന്നും പറയുന്നുണ്ട്. താഴത്തെ നില സീസ് ചെയ്ത ശേഷം കമാൻഡോകൾ മുകളിലേക്കുള്ള കോണിപ്പടി കയറി ചെല്ലുന്നു. എന്നാൽ അവിടെ അടഞ്ഞു കിടക്കുന്ന ഒരു ഇരുമ്പ് വാതിലുണ്ടായിരുന്നു. ഒരു സ്ഫോടനത്തിലൂടെ അവർ അതും തകർക്കുന്നു. ശേഷം കോണിപ്പടി കയറി മുകളിലേക്ക് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ മുകളിൽ നിന്നും ഒരാൾ AK-47 തോക്കുമായി അവർക്ക് നേരെ വെടിയുതിർത്തു. അത് ബിൻ ലാദന്റെ 23-കാരനായിട്ടുള്ള മകൻ ഖാലിദ് ആയിരുന്നു. സീലുകൾ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഖാലിദും കൊല്ലപ്പെട്ടു. 3ാമത്തെ നിലയിലാണ് നേരത്തെ CIA ദ പേസർ എന്ന് വിശേഷിപ്പിച്ച ഈ മിഷനിൽ ജെറോനിമോ എന്ന കോഡ് നെയിമിൽ അറിയപ്പെട്ടിരുന്ന അവരുടെ ടാർഗറ്റ് ആയിട്ടുള്ള സാക്ഷാൽ ഒസാമ ബിൻ ലാദൻ തൻ്റെ ഭാര്യമാർക്കൊപ്പം കഴിഞ്ഞിരുന്നത്. ആ കോണിപ്പടി കയറി ചെല്ലുന്നിടത്തും ഉണ്ടായിരുന്നു ഒരു ഇരുമ്പ് വാതിൽ. അതും കമാൻഡോ സംഘം സ്ഫോടക വസ്തുക്കൾ കൊണ്ട് തകർത്തു കളയുന്നു. ശേഷം മുകളിലേക്കുള്ള കോണിപ്പടി കയറി ചെല്ലുന്ന സംഘത്തിലെ ഒരു കമാൻഡോ വലത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു വാതിലിന്റെ മറവിൽ നിന്ന് തന്നെ ഒളിഞ്ഞു നോക്കുന്ന താടി വളർത്തിയ ഒരു നല്ല ഉയരമുള്ള ആളെ കാണുന്നു. അവരെ കണ്ടതും ഇയാൾ അകത്ത് കയറി വാതിലടയ്ക്കുന്നു. പിന്നാലെ ചെല്ലുന്ന കമാൻഡോകൾ ആ വാതിൽ തകർത്ത് അകത്ത് കയറുന്നു. അപ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന 2 സ്ത്രീകൾ ഈ പുരുഷന്റെ മുന്നിൽ കയറി വട്ടം പിടിക്കുന്നു. ആ പുരുഷൻ ഒസാമ ബിൻ ലാദനും സ്ത്രീകൾ അയാളുടെ ഭാര്യമാരുമായിരുന്നു. അറബിയിൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അതിലൊരാൾ ബിൻ ലാദന്റെ അവസാനത്തെ ഭാര്യ, ഏറ്റവും ഇളയ ഭാര്യ അമൽ അൽ ഫത്ത ഈ പട്ടാളക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. അവരുടെ ദേഹത്തിന് ഇനി വല്ല സൂയിസൈഡ് ബെസ്റ്റുമുണ്ടോ എന്ന ആശങ്കയിൽ ആ കമാൻഡോ അമലിന്റെ കാലിന് നേരെ വെടിയുതിർക്കുന്നു. ബോംബ് പൊട്ടിയാൽ ആഘാതം കുറയ്ക്കാൻ വേണ്ടി അയാൾ 2 സ്ത്രീകളെയും ചേർത്ത് പിടിച്ച് വശങ്ങളിലേക്ക് തള്ളിയിടുന്നു. അതേസമയം 2ാമത്തെ കമാൻഡോ തൻ്റെ HK-416 റൈഫിളുമായി ആ മുറിയിലേക്ക് കൃത്യമായിട്ട് ചുവടുവെക്കുന്നു. തൻ്റെ തോക്കിലെ ഇൻഫ്രാറെഡ് ലേസർ അയാൾ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആ ഉയരമുള്ള മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് കൃത്യമായി ചൂണ്ടി. ആയുധമൊന്നുമില്ലാതെ ഇളം തവിട്ട് നിറത്തിലുള്ള സൽവാർ കമ്മീസും നിസ്കാര തൊപ്പിയും ധരിച്ച ആ രൂപം അയാൾക്ക് മുന്നിൽ നിന്നു. വേൾഡ് ട്രേഡ് സെന്റർ തകർന്നടിഞ്ഞിട്ട് അന്നേക്ക് കൃത്യം 9 വർഷവും 7 മാസവും 20 ദിവസവും പിന്നിട്ടിരിക്കുന്നു. അതിന് ഉത്തരവാദിയെന്ന് സകലരും പറയുന്ന, സ്വയമേവ പലരും അവകാശപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ കമാൻഡോയുടെ മുന്നിൽ അപ്പോൾ നിൽക്കുന്നത്. അയാളുടെ യന്ത്രത്തോക്കിൽ നിന്നുള്ള 5.56 മില്ലിമീറ്റർ വെടിയുണ്ട ഒസാമ ബിൻ ലാദന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്നു.
പുറകോട്ട് മറിഞ്ഞു വീണ ലാദന്റെ ഇടത് കണ്ണിന് തൊട്ടുമുകളിലായി കമാൻഡോ തന്റെ രണ്ടാമത്തെ വെടിയുണ്ടയും പായിക്കുന്നു. ശേഷം അയാൾ തന്റെ റേഡിയോ ഓൺ ചെയ്യുന്നു. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇത്രയും പറയുന്നു: ഫോർ ഗോഡ് ആൻഡ് കൺട്രി, ജെറോനിമോ ജെറോനിമോ ജെറോനിമോ. നെടിയൊരു നിശ്വാസത്തിന് ഇടവേളയ്ക്ക് ശേഷം അയാൾ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി എന്ന മട്ടിൽ ഇത്ര കൂടി കൂട്ടിച്ചേർക്കുന്നു: ജെറോനിമോ EKIA, എനിമി കിൽഡ് ഇൻ ആക്ഷൻ. ശത്രു വധിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ മറുവശത്ത് വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ ഇരുന്ന് അപ്പോൾ ആ സന്ദേശം കേട്ട പ്രസിഡന്റ് ഒബാമയും അറിയാതെ ഒന്ന് നെടുവീർപ്പിട്ട് പോകുന്നു. തനിക്ക് ചുറ്റും വരുന്ന മറ്റ് ഉന്നത അധികാരികളെ നോക്കി അദ്ദേഹം ആ സന്ദേശം കൈമാറുന്നു: വി ഗോട്ട് ഹിം. അടുത്ത 20 മിനിറ്റ് നേരം ദൗത്യസംഘം ലാദന്റെ മാളികയുടെ ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കുന്നു. 5 കമ്പ്യൂട്ടറുകൾ, 100-ലധികം ഫ്ലാഷ് ഡ്രൈവുകൾ, ഡസൻ കണക്കിന് DVD-കൾ, കമ്പ്യൂട്ടർ ഡിസ്കുകൾ, നിരവധി മൊബൈൽ ഫോണുകൾ എന്നിങ്ങനെ പലതും അവർക്ക് അവിടെ നിന്ന് കണ്ടുകിട്ടുന്നു. ആകെ 250 ഗിഗാബൈറ്റിലധികം വരുന്ന വിലപ്പെട്ട വിവരങ്ങളാണ് അന്ന് ആ കമാൻഡോകൾ അവിടെ നിന്ന് പിടിച്ചെടുക്കുന്നത്. ഒപ്പം ഒസാമ ബിൻ ലാദൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ഡയറിയും അവർക്ക് കണ്ടുകിട്ടുന്നു. ആ മിഷൻ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വിടും മുമ്പ് ദൗത്യസംഘത്തിന് ചെറിയൊരു പണി കൂടി തീർക്കാനുണ്ടായിരുന്നു. തകർന്നു വീണ തങ്ങളുടെ ബ്ലാക്ക് ഹോക്ക് കോമ്പാറ്റ് ഹെലികോപ്റ്ററിന്റെ സ്റ്റെൽത്ത് ടെക്നോളജി ആരും മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി കമാൻഡോകൾ ആദ്യം അതിന്റെ കോക്പിറ്റിലെ ഉപകരണങ്ങൾ അടിച്ചുടച്ചു. അതിനുശേഷം ആ അവശിഷ്ടങ്ങൾക്ക് മേലെ ബാക്കി വന്ന C4 സ്ഫോടക വസ്തുക്കളും തെർമൈറ്റ് ഗ്രനേഡുകളും ഒക്കെ വെച്ച് അവയെ പൂർണ്ണമായും അവർ നശിപ്പിച്ചു. ശേഷം ലോകത്തിലെ സകല ഇന്റലിജൻസ് ഏജൻസികളും അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒസാമ ബിൻ ലാദൻ എന്ന കൊടും ഭീകരന്റെ മൃതദേഹവും അൽ ഖൈദ എന്ന മാഫിയ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ വലിയൊരു ശേഖരവുമായി കൂടെ വന്ന ബാക്കപ്പ് ചിനൂക്ക് ചോപ്പറിൽ കയറി ആ കമാൻഡോ സംഘം അവിടെ നിന്ന് തിരികെ മടങ്ങിപ്പോകുന്നു. ആ ഹെലികോപ്റ്ററുകൾ ഇരുട്ടത്ത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വെളിച്ചം പകർന്നുകൊണ്ട് നേരത്തെ തകർന്നു വീണ ചോപ്പറിന്റെ അവശിഷ്ടങ്ങൾ അപ്പോഴും കത്തി എരിയുന്നുണ്ടായിരുന്നു. ഒട്ടും സമാധാനത്തോടെ ആയിരുന്നില്ല ആ മടക്കയാത്ര. ബിൻ ലാദന്റെ കോമ്പൗണ്ട് എത്തും വരെ ഏറെക്കുറെ നിശബ്ദമായിട്ടാണ് ആ മിഷൻ പുരോഗമിച്ചത് എന്ന് പറയാമെങ്കിലും ആദ്യമുണ്ടായ ചോപ്രകാശ് തൊട്ട് അങ്ങോട്ട് ഒന്നും തന്നെ അവരുടെ നിയന്ത്രണത്തിലായിരുന്നില്ല. അബോട്ടാബാദിൽ രാത്രിയുടെ മറവിൽ നടന്ന ആ രഹസ്യ മിഷനെ കുറിച്ച് അപ്പോഴേക്കും ചിലപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് വിവരം കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. പാക് സൈനിക പോർവിമാനങ്ങൾ അതിനകം തന്നെ പ്രതിരോധമുയർത്തി ആകാശത്തുണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാക്കിക്കൊണ്ട് അതിനിടെ അവരുടെ ഒരു ബ്ലാക്ക് ഹോക്ക് ചോപ്പറിൽ ഇന്ധനം പറ്റെ തീർന്നു പോകുന്ന പോക്കിന് ഇടയ്ക്ക് എവിടെയോ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിർത്തി കൂടെ ഉണ്ടായിരുന്ന ചിനൂക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഈ ബ്ലാക്ക് ഹോക്കിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി 25 വിലയേറിയ മിനിറ്റുകൾ കൂടി ആ ദൗത്യസംഘത്തിന് ഇതിനിടയ്ക്ക് ചിലവാക്കേണ്ടി വന്നു. ഒരുവിധം അത് ചെയ്ത് പൂർത്തിയാക്കി പാകിസ്ഥാൻ സൈന്യം വിവരം അറിഞ്ഞ് എത്തുന്നതിന് തൊട്ടു മുമ്പായി സുരക്ഷിതമായി തന്നെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്കുള്ളിലേക്ക് ജലാലാബാദ് വിമാനത്താവളത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ അമേരിക്കൻ കമാൻഡോ സംഘത്തിനായി. പുലർച്ചെ ഏകദേശം 3 മണിയോടെ ജലാലാബാദ് എയർബേസിൽ ആ ഹെലികോപ്റ്ററുകൾ പറന്നിറങ്ങുകയും ചെയ്തു. വൈസ് അഡ്മിറൽ ബിൽ മക്രോവനും CIA സ്റ്റേഷൻ ചീഫും അപ്പോൾ ആ സംഘത്തെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. 2 കമാൻഡോകൾ ആ ബോഡി ബാഗ് താഴെ ഇറക്കി അതിന്റെ സിബ് തുറക്കുന്നു. മരിച്ചത് ബിൻ ലാദൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവർക്ക് അയാളുടെ ഉയരം കൃത്യമായി അളക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ആ തിരക്കിനിടയിൽ ആരും ടേപ്പ് മെഷർ കരുതിയിരുന്നില്ല. പക്ഷേ ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടുന്ന അവർ അവിടെയും അതിൻ്റെ ഉപായം കണ്ടെത്തി. കൃത്യം 6 അടി ഉയരമുള്ള ഒരു കമാൻഡോയോട് ആ മൃതദേഹത്തിനടുത്തായിട്ട് ടാർമാക്കിൽ കിടക്കാൻ അവർ ആവശ്യപ്പെട്ടു. ആ ബാഗിലെ മൃതദേഹത്തിന് ഈ കമാൻഡോയേക്കാൾ ഏകദേശം 4 ഇഞ്ച് നീളം കൂടുതലുണ്ടായിരുന്നു. ബിൻ ലാദന്റെ ശവകുടീരം ഭാവിയിൽ തീവ്രവാദികൾക്കൊരു പുണ്യസ്ഥലമായി മാറാൻ അമേരിക്കൻ ഭരണകൂടം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കടലിൽ അടക്കം ചെയ്യുക എന്നത് തന്നെയായിരുന്നു ആദ്യം തൊട്ടേയുള്ള അവരുടെ പ്ലാൻ. പ്രഭാതമായതോടെ ആ മൃതദേഹം ഒരു V-22 ഓസ്പ്രേ വിമാനത്തിൽ കയറ്റി അറബിക്കടലിന് മുകളിലൂടെ പറന്നു ചെന്ന് അമേരിക്കയുടെ ആണവ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS കാൾ വിൻസന്റെ ഡെക്കിൽ ഇറക്കുന്നു. ഇസ്ലാമിക ആചാരപ്രകാരം കൃത്യമായി മൃതദേഹം കഴുകി വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് വെയിറ്റും കെട്ടി അവർ അതിനെ കടലിന്റെ ആഴങ്ങളിൽ ഉപേക്ഷിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം അവിടെ അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ വൈറ്റ് ഹൗസിലെ ഈസ്റ്റ് റൂമിൽ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ പത്രസമ്മേളനം. ഗുഡ് ഈവനിങ് എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ടുനൈറ്റ് ഐ ക്യാൻ റിപ്പോർട്ട് ടു ദ അമേരിക്കൻ പീപ്പിൾ ആൻഡ് ടു ദ വേൾഡ് ദാറ്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് has conducted an operation that killed Osama bin Laden, the leader of Al Qaeda. ഓപ്പറേഷൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മെയ് 6-ാം തീയതി ഈ മിഷനിൽ പങ്കെടുത്ത എല്ലാ നേവി സീൽ കമാൻഡോകളെയും ഹെലികോപ്റ്റർ പൈലറ്റുമാരെയും ഒക്കെ നേരിട്ട് കാണാൻ പ്രസിഡന്റ് ഒബാമ കെൻഡക്കിയിലെ ഫോർട്ട് ക്യാമ്പബിളിലേക്ക് അതീവ രഹസ്യമായിട്ട് ഒരു യാത്ര നടത്തുന്നുണ്ട്. ജനലുകളില്ലാത്ത പഴയ പരവതാനി വിരിച്ച ഒരു മുറിയിലിരുന്ന് അബോട്ടാബാദിലെ ബിൻ ലാദന്റെ വീടിൻ്റെ ഒരു 3D മോഡൽ ഉപയോഗിച്ച് ആ സൈനികർ പ്രസിഡന്റിന് തങ്ങളുടെ മിന്നലാക്രമണത്തിൻ്റെ പൂർണ്ണ രൂപം വിശദീകരിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ട ശേഷം ഒബാമ ആദ്യമായിട്ട് ചോദിക്കുന്നത് അകത്തിങ്ങനെ ഒരു ജീവമരണ പോരാട്ടം നടക്കുമ്പോൾ പുറത്ത് ധീരമായിട്ട് കാവൽ നിന്ന ബെൽജിയൻ മെൽനോയ്സ് കെയ്റോ എവിടെ എന്നാണ്. നായയെ സ്നേഹത്തോടെ തലോടിയ ശേഷം പ്രസിഡന്റ് തന്റെ കമാൻഡോ സംഘത്തെ നോക്കി പറയുന്നത്, ആ കെട്ടിടത്തിൽ ഒസാമ ബിൻ ലാദൻ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് വെറും 50% ഉറപ്പേ ഉണ്ടായിരുന്നുള്ളൂ.
എന്നാൽ നിങ്ങളിൽ എനിക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ്. പ്രസിഡന്റിനെ കണ്ടു മടങ്ങുന്നതിന് മുമ്പ് തങ്ങളുടെ ബാക്കപ്പ് ഹെലികോപ്റ്ററായിട്ടുള്ള ചിനൂക്കിൽ പറത്തിയിരുന്ന ഒരു അമേരിക്കൻ പതാക ആ കമാൻഡോകൾ പ്രസിഡന്റ് സമ്മാനിക്കുന്നു. അതിന് പിന്നിൽ ഓരോ പൈലറ്റും സീൽ കമാൻഡോകളും ഒപ്പുവെച്ചിരുന്നു. ആ ഫ്ലാഗിന്റെ മുൻവശത്ത് ഒരു പതിറ്റാണ്ട് നീണ്ട ആ ഷാഡോ യുദ്ധത്തിന് അന്ത്യം കുറിക്കുന്ന ഈ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രം ദ ജോയിന്റ് ടാസ്ക് ഫോഴ്സ് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ 1 May 2011 ഫോർ ഗോഡ് ആൻഡ് കൺട്രി, ജെറോനിമോ. 2011 മെയ് 2 ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന പ്രത്യേക ദൗത്യത്തിലൂടെ കൊടും ഭീകരൻ ഒസാമ ബിൻ ലാദനെ വധിച്ചതിന് ആഗോള ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിലെ ഒരു സുപ്രധാന വിജയമെന്നാണ് അമേരിക്ക വിശേഷിപ്പിച്ചത്. എന്നാൽ ആ ആക്രമണത്തിന് ശേഷം ലോക ടെറർ മാപ്പിൽ ഉണ്ടായിട്ടുള്ള സൈസ്മിക് ആക്ടിവിറ്റികളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് മുന്നിൽ തെളിയുന്ന ചിത്രം മറ്റൊന്നാണ്. ബിൻ ലാദൻ എന്ന നേതാവിൻ്റെ ഉന്മൂലനം കൊണ്ട് അൽ-ഖായ്ദയ്ക്കും അതിൻ്റെ റീജിയണൽ ഓഫ്ഷൂട്ടുകൾക്കും എന്തു പറ്റി എന്നതും ഏറെ പഠനവിധേയമാക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ലാദൻ വധത്തിന് ശേഷം വിദേശ മണ്ണിൽ അമേരിക്ക നടത്തി വന്നിട്ടുള്ള സൈനിക ഓപ്പറേഷനുകൾക്ക് വന്നിട്ടുള്ള ഒരു ഷാഡോ നേച്ചറും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിശദമായ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള അമേരിക്കൻ ക്രിമിനോളജിസ്റ്റുകളായ ഡാരൻ ഫിഷറും മൈക്കിൾ എച്ച് ബെക്കറും നിരീക്ഷിക്കുന്നത് അൽ-ഖായ്ദ പോലെയൊരു ആഗോള ഭീകരവാദ നെറ്റ്വർക്കിനെ വളരെ മികച്ച രീതിയിൽ മൈക്രോ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഒസാമ ബിൻ ലാദനെ ഇല്ലാതാക്കിയതോടെ അതിൻ്റെ റീജിയണൽ ഓഫ്ഷൂട്ടുകളെല്ലാം തന്നെ റോഗ് മോഡിലേക്ക് പോയി എന്നാണ്. ബിൻ ലാദനെ വധിച്ചത് മറ്റുള്ള അൽ-ഖായ്ദ ഭീകരരെ ഒരർത്ഥത്തിലും ഭയപ്പെടുത്തുകയോ പിന്തിരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഭയപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, നടന്നത് നേരെ തിരിച്ചാണ് താനും. അബോട്ടാബാദ് റെയ്ഡിന് മുമ്പ് ലോകത്ത് നടന്നത് 6 മാസത്തിൽ രാജ്യമൊന്നിന് ഏതാണ്ട് 7 ഭീകരാക്രമണം വെച്ചാണ് എങ്കിൽ ആക്രമണത്തിന് ശേഷം അത് 10 മുകളിലേക്ക് പോയി. ലാദൻ വധത്തിന് മുമ്പ് ലോകത്തിൽ അൽ-ഖായ്ദയുമായിട്ട് ബന്ധമുള്ള ആക്രമണങ്ങൾ മാസത്തിൽ 4 വെച്ചായിരുന്നു നടന്നതെങ്കിൽ അതിനുശേഷം അത് മാസത്തിൽ 26 എന്ന് ഉയർന്നു. ഫിഷർ ആൻഡ് ബെക്കർ പറയുന്നത് ദിസ് കില്ലിംഗ് ഹാസ് ആക്റ്റഡ് ആസ് എ ബ്ലാക്ക് സ്വാൻ ഗവൺമെന്റ് റെസ്പോൺസ് എന്നാണ്. സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായിട്ടുള്ള താലിബാണ് എ ഹൈലി അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ദാറ്റ് ചേഞ്ചസ് ഹൗ പീപ്പിൾ തിങ്ക് എന്ന അർത്ഥത്തിൽ ബ്ലാക്ക് സ്വാൻ റെസ്പോൺസ് എന്നൊരു പ്രയോഗം തന്നെ കോയിൻ ചെയ്യുന്നത്. അബോട്ടാബാദിൽ രഹസ്യമായി ചെന്ന് റെയ്ഡ് നടത്തിയതും ഒസാമയെ അടിച്ചിട്ടതുമെല്ലാം അമേരിക്കയുടെ ഒരു ഗംഭീര വിജയമെന്ന മട്ടിലാണ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. എവിടെ എന്ത് ഭീകരാക്രമണം ഉണ്ടായാലും അതിനൊക്കെ ഇതുപോലെ വേണം മറുപടി കൊടുക്കാൻ എന്നൊരു സംസാരവും അന്നുണ്ടായി. പക്ഷേ അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ കുഴയും. ആ റെയ്ഡ് കൊണ്ടും അതിലൂടെ ഒസാമ ബിൻ ലാദനെ വധിച്ചതിലൂടെയും സാധിച്ചിട്ടുള്ളത് ഒരു സ്പെസിഫിക് ഡിറ്ററൻസ് മാത്രമാണ് എന്ന് പറയാം. ഇറ്റ് സ്റ്റോപ്ഡ് ബിൻ ലാദൻ ഹിംസെൽഫ് ഫ്രം എവർ അറ്റാക്കിംഗ് അഗൈൻ. എന്നാൽ ഭീകരവാദത്തിൻ്റെ കാര്യത്തിൽ ലോകം പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനറൽ ഡിറ്ററൻസ് അതുകൊണ്ടുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല. നേതാവിനെ വധിച്ചതുകൊണ്ട് അൽ-ഖായ്ദക്കാർ ഭയന്ന് മാളത്തിൽ ഒളിക്കുന്നതിന് പകരം പ്രതികാര ബുദ്ധിയ കൂടുതൽ ആക്റ്റീവ് ആവുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അമേരിക്ക പോലെയുള്ള 15% രാജ്യങ്ങളിൽ ലാദൻ വധത്തിന് ശേഷം ഭീകരാക്രമണങ്ങളിൽ കുറവ് വന്നിട്ടുണ്ടാകാം. എന്നാൽ സിറിയ, ലിബിയ, യമൻ പോലെയുള്ള 13% രാജ്യങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇരട്ടിയായി. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പോലും ഭീകരാക്രമണങ്ങൾ കുറയുകയല്ല ഉണ്ടായത്. ഭീകരർ കുറെക്കൂടി സൗകര്യമുള്ള കമ്പാരിറ്റീവ്ലി ഫ്രജൈൽ ആയിട്ടുള്ള മറ്റ് പല രാജ്യങ്ങളിലേക്കും തങ്ങളുടെ പ്രവർത്തനം മാറ്റുകയാണ് ചെയ്തത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഒസാമ ബിൻ ലാദന്റെ ടാർഗറ്റഡ് കില്ലിംഗ് കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ഭീകര സംഘടനകളുടെ തലപ്പത്തുള്ളവരെ എലിമിനേറ്റ് ചെയ്താൽ അത് ഈ സംഘടനകളെ പ്രതികാരബോധത്തോടെ കൂടുതൽ അക്രമങ്ങളിലേക്കാവും നയിക്കുക എന്ന് പ്രൊഫസർ ഓഡ്രി ക്രോണിനും പ്രൊഫസർ സ്റ്റെഫാനി കാറിനും അടക്കം പലരും നേരത്തെ മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. 2011 ശേഷം സംഭവിച്ചതും അതൊക്കെ തന്നെ. ലാദൻ കൊല്ലപ്പെട്ടപ്പോഴുണ്ടായ പൊളിറ്റിക്കൽ വാക്വം മുതലെടുത്ത് ISIS ഇറാഖിലും സിറിയയിലും വേരുറപ്പിച്ചു. അതേസമയത്ത് തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഭാഗത്തു നിന്നും ശക്തമായ മുന്നേറ്റങ്ങളുണ്ടായി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ-ഖായ്ദ പോലെയുള്ളൊരു സംഘം ഒരിക്കലും അതിൻ്റെ ഒരൊറ്റ നേതാവിനെ ആശ്രയിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്നാണ്. സുപ്രസിദ്ധ ക്രിമിനോളജിസ്റ്റ് ആയിട്ടുള്ള JV കാർസൺ ചൂണ്ടിക്കാണിക്കുന്നത് ഒസാമ ബിൻ ലാദനെ പോലെ ഒരു പ്രത്യേക വിഭാഗക്കാർ ആരാധനയോടെ കാണുന്ന നേതാവിനെ വധിച്ചു കളയുമ്പോൾ അത് ആ വ്യക്തിക്ക് ഒരു രക്തസാക്ഷി പരിവേഷം പകർന്നു കൊടുക്കുമെന്നും ആ രക്തസാക്ഷിത്വം ഉളവാക്കുന്ന വികാരം കൂടുതൽ പേരെ ഇങ്ങനെ ജിഹാദിന്റെ മാർഗത്തിലേക്ക് എടുത്തിയാടാൻ പ്രേരിപ്പിക്കും എന്നുമാണ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ടെറർ ഓർഗനൈസേഷനുകളെ ഫണ്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കൃത്യമായ കണക്കുകൾ ചോദിച്ചു വാങ്ങി ബോധ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു ബിൻ ലാദൻ. എന്നാൽ ലാദനെ നീക്കിയ ശേഷം ഉണ്ടായ ശൂന്യതയിലേക്ക് കയറിയിരുന്ന അൽ-സവാഹിരിക്ക് ലാദനുണ്ടായിരുന്ന വ്യക്തിപ്രഭാവമോ സംഘാടന പാഠവുമോ മാനേജ്മെന്റ് സ്കില്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. സവാഹിരിക്ക് കീഴിൽ അൽ-ഖായ്ദ തികഞ്ഞ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തി. 2013 അബൂബക്കർ അൽ ബാഗ്ദാദി സിറിയൻ ടെറർ ഗ്രൂപ്പായിട്ടുള്ള ജബാത്ത് അൽ നസ്രയുടെ തലപ്പത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ നടന്ന കോലാഹലങ്ങളിലൂടെയാണ് ഈ പിളർപ്പുകൾ ലോകം അറിയുന്നത്. അന്ന് ഇറാഖിലേക്ക് മടങ്ങാൻ ബാഗ്ദാദിയോട് സവാഹിരി ഉത്തരവിട്ടപ്പോൾ അതിന് ബാഗ്ദാദി പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല. ബേക്കനെയും അർസനോട്ടിനെയും പോലുള്ള ചിന്തകർ പറയുന്നത് ലാദനായിരുന്നു തലപ്പത്തെങ്കിൽ ബാഗ്ദാദിക്ക് ഇങ്ങനെ പറയാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും ധൈര്യം വരില്ലായിരുന്നു എന്നാണ്. 2011 മുമ്പ്, അതായത് ലാദന്റെ കാലത്ത്
അൽ ഖായ്ദ ആഗോളതലത്തിൽ തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരൊറ്റ സംഘടന ആയിരുന്നുവെങ്കിൽ ലാദന്റെ വധത്തിന് ശേഷം അത് യമനിൽ അൽ ഖായ്ദ ഇൻ അറേബ്യൻ പെനിൻസുല എന്നും, സോമാലിയയിൽ അൽ ഷബാബ് എന്നും, നോർത്ത് ആഫ്രിക്കയിൽ അൽ ഖായ്ദ ഇൻ ഇസ്ലാമിക് മഗ്രിബ് എന്നും പലതായിട്ട് വേർപിരിയുന്നുണ്ട്. ഓരോന്നും അവരവർക്ക് തോന്നും പോലെയുള്ള ടാർഗറ്റുകൾ ഫിക്സ് ചെയ്ത് തോന്നുംപടി പ്രവർത്തിച്ചു തുടങ്ങി. 2009 ക്രോണിൻ പ്രവചിച്ച പോലെ ലാദൻ വധത്തോടെ ടെറർ ഗ്രൂപ്പുകൾ ഇല്ലാതെ ആവുകയല്ല ചെയ്തത്, അവ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളായിട്ട് ചിന്നിച്ചിതറുകയാണ്. FBI മുൻ സൂപ്പർവൈസറി സ്പെഷ്യൽ ഏജന്റ് ആയിരുന്ന ലെബനീസ് അമേരിക്കൻ പേരുകളുള്ള അലി സുഫാൻ തൻ്റെ ദ അനാട്ടമി ഓഫ് ടെറർ എന്ന പുസ്തകത്തിൽ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ കണക്കുകൾ തരുന്നുണ്ട്. 9/11 ആക്രമണം നടക്കുന്ന സമയത്ത് അൽ ഖയ്ദയിൽ ഏതാണ്ട് 400ഓളം കോർ മെമ്പർമാരുണ്ടായിരുന്നു. അബോട്ടാബാദ് റെയ്ഡ് നടന്ന് ലാദൻ കൊല്ലപ്പെട്ടതിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട കുറച്ചുകൂടി വൈഡായിട്ടുള്ള ജിഹാദിസ്റ്റ് മൂവ്മെന്റിൽ പിന്നീട് ആയിരക്കണക്കിന് യുവാക്കൾ ഭാഗമാവുന്നുണ്ട്. ഇറാഖിൻ്റെയും സിറിയയുടെയും നല്ലൊരു ഭാഗത്തെ നിയന്ത്രിച്ചുകൊണ്ട് ISIS അതിൻ്റെ പ്രതാപത്തിൽ നിന്ന കാലത്ത് ഏതാണ്ട് 38,000-ലധികം വിദേശ പോരാളികളാണ് അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി പുറപ്പെട്ടു വന്നത്. ആഗോള മുസ്ലിങ്ങൾക്കിടയിൽ അഫ്ഗാൻ മുജാഹിദീൻ പോരാട്ടം ഒരു വികാരമായിരുന്ന കാലത്ത് പോലും അവിടേക്ക് ആകെ ഒഴുകിയെത്തിയത് വെറും 8,000 പേര് മാത്രമായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുക. പിന്നീട് നടന്ന പാരീസ്, ബ്രസൽസ്, ഇസ്താംബുൾ, ബെർലിൻ ഭീകരാക്രമണങ്ങളെല്ലാം തന്നെ ഗൂഢാലോചന നടത്തി യാഥാർത്ഥ്യമാക്കിയത് ഇതേ ISIS ആണ്. അൽ ഖായ്ദ എന്നു പേരുള്ള ഒരു സിംഗിൾ ടെറർ ഔട്ട്ഫിറ്റ് എന്നതിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന പല പല ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ എന്നതിലേക്കുള്ള ഈ മാറ്റം ഈ കണക്കുകളിൽ കാണുന്ന വ്യത്യാസം മാത്രമല്ല, അതൊരു ഫണ്ടമെൻ്റൽ ചേഞ്ച് തന്നെയായിരുന്നു. സെൻട്രൽ കൺട്രോൾ ഇല്ലാതെ യഥേഷ്ടം പ്രവർത്തിച്ചു പോന്നിരുന്ന ഈ സംഘങ്ങളെ കണ്ടെത്താനും നിയന്ത്രിക്കാനും വലിയ പ്രയാസം തന്നെയാണ്. 2021 അതായത് 9/11 ആക്രമണം നടന്ന് 20 വർഷത്തിന് ശേഷം താലിബാൻ എന്ന ഭീകര പ്രസ്ഥാനം അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തി. പല അന്താരാഷ്ട്ര ഫോറങ്ങളിലും ഇന്ന് അതിൻ്റെ പ്രതിനിധികൾക്ക് അംഗീകാരം വരെ കിട്ടുന്നുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിലെ വിഘടനവാദത്തിന് അതിന് ഏറ്റവും അധികം കാറ്റ് പകർന്നു നൽകിയ ഒസാമ ബിൻ ലാദൻ എന്ന അതിൻ്റെ തലതൊട്ടപ്പനേക്കാളും ആയുസ്സും സ്വാധീനവും ഉണ്ട് എന്ന് തന്നെയാണ്. മാർക്ക് മെസറ്റി തൻ്റെ ദ വേ ഓഫ് ദ നൈഫ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ലാദൻ വധം ഒരു തരത്തിലും ആഗോള ഭീകരവാദത്തിന് അന്ത്യമല്ലായിരുന്നു എന്നാണ്. 9/11 ആക്രമണത്തിനും 10 വർഷമെടുത്ത് നടത്തിയ അതിൻ്റെ പ്രതികാരത്തിനും ശേഷം രാജ്യങ്ങൾ നടത്തുന്ന ചാരപ്രവർത്തനത്തിനും രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിലിറ്ററി ആക്ഷനും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. CIA എന്നത് ഹൈ വാല്യൂ ടാർഗറ്റ്സിനെ തക്കം പാർത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പാരാമിലിറ്ററി കില്ലിംഗ് ഫോഴ്സായിട്ട് മാറിയിട്ടുണ്ട്. അത് തുടക്കമിടുന്നത് ഒരവസാനവുമില്ലാത്ത ഒരു ഷാഡോ വാറിനാണ്. ഈ പുതിയ കാല യുദ്ധത്തിൻ്റെ വജ്രായുധമായിരിക്കുന്നത് സായുധ ഡ്രോണുകളാണ്. ലോകസമാധാനത്തിന് ഭീഷണിയാകുന്ന കൊടും ഭീകരരെ ഒരു പൂവിറക്കുന്ന ലാഘവത്തോടെ എന്നാൽ അതേസമയം സർജിക്കൽ പ്രിസിഷനോടുകൂടി തന്നെ എലിമിനേറ്റ് ചെയ്യാനാകും എന്നൊക്കെയാണ് ഈ ഡ്രോണുകൾക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുന്നത് എങ്കിലും ആ പറച്ചിലൊക്കെ കടലാസിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് അനുഭവം. മാസറ്റി പറയുന്നത് ഈ ആക്രമണങ്ങളിൽ പലതിലായി പ്രാണൻ നഷ്ടമായിട്ടുള്ളത് 100 കണക്കിന് നിരപരാധികൾക്കാണ് എന്നാണ്. 2011 40 പേരുടെ ജീവനെടുത്ത ഡട്ടാക്കിൽ സ്ട്രൈക്ക് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അന്നത്തെ ആ ആക്രമണത്തിൽ ഭീകരവാദികൾക്ക് പകരം കൊല്ലപ്പെട്ടതിൽ പലരും ട്രൈബൽ എൽഡേഴ്സും കുട്ടികളും മറ്റുമാണ്. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ചെയ്യുന്നത് നിരപരാധികളുടെ പ്രാണനെടുക്കുക മാത്രമല്ല, പല പ്രാദേശിക ഗോത്രങ്ങളുടെയും ലീഡർഷിപ്പിനെ പാരലൈസ് ചെയ്യുക കൂടിയാണ്. ഇന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധം സ്വകാര്യ മെർസനറി സംഘങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന പതിവ് പോലും ആരംഭിച്ചിട്ടുണ്ട്. ബ്ലാക്ക് വാട്ടർ പോലെയുള്ള മിലിറ്ററി കോൺട്രാക്ടർമാരുടെ ഉപയോഗം ഇന്നും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് 2007 ഇറാഖിൽ നടന്ന നിസോർ സ്ക്വയർ മാസക്കറിൽ ബ്ലാക്ക് വാട്ടർ ഒരു സങ്കോചവും കൂടാതെ കൊന്നു തള്ളിയിട്ടുള്ളത് 17 ഇന്നസെന്റ് സിവിലിയൻസിനെയാണ്. ആ പ്രവൃത്തിയുടെ പേരിൽ അവരൊരിക്കലും വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഇക്കാര്യത്തിൽ പശ്ചാത്താപമുള്ളതായിട്ട് പോലും തോന്നുന്നില്ല. മാസറ്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓൾ വി അച്ചീവ് ബൈ ടാർഗറ്റഡ് കില്ലിംഗ്സ് ഈസ് ക്രിയേറ്റിംഗ് എനിമീസ് ജസ്റ്റ് ആസ് വി എലിമിനേറ്റ് ദം. അമേരിക്കൻ ഭരണാധികാരികൾ അന്നു തൊട്ട് ഇന്നു വരെ ചെയ്തു പോന്നിട്ടുള്ളത് അവർക്ക് ഇഷ്ടമില്ലാത്ത ലോക നേതാക്കളെ നിരന്തരം നിരീക്ഷിക്കുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ അവരെ ഭീകരർ അല്ലെങ്കിൽ ഭീകരവാദം എക്സ്പോർട്ട് ചെയ്യുന്നവർ എന്ന് മുദ്രകുത്തി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയുമാണ്. എന്നാൽ ഈ ഡ്രോൺ ക്യാമറകളുടെ ആംഗിളിൽ നോക്കുമ്പോൾ അവർക്ക് ലോകത്ത് നടക്കുന്ന പല പ്രധാന മാറ്റങ്ങളും കാണാനാവാതെ പോകുന്നു എന്നതാണ് സത്യം. ഉദാഹരണത്തിന് 2010 നടന്ന അറബ് സ്പ്രിങ്ങും അതിന് പിന്നാലെ ഇറാഖിലും സിറിയയിലും ISIS നടത്തിയ മേൽക്കൈയും ഒക്കെ ഇങ്ങനെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ ഒസാമ ബിൻ ലാദൻ എന്ന ഭീകര നേതാവിനെ അബോട്ടാബാദിൽ ആരോരും അറിയാതെ ചെന്നുകയറി വധിച്ചതുകൊണ്ട് ലോകക്രമത്തെ ഒരു തരത്തിലും സ്റ്റെബിലൈസ് ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ആകെ ഉണ്ടായത് ആഗോളതലത്തിൽ നിലനിന്ന ഒരു ടെറർ ഔട്ട്ഫിറ്റിൻ്റെ ബൗദ്ധിക കേന്ദ്രത്തെ, അതിനെ അച്ചടക്കത്തോടെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ അധികാര കേന്ദ്രത്തെ തൽസ്ഥാനത്തു നിന്ന് നീക്കി അതിനെ പല പല സ്പ്ലിൻഡർ ഗ്രൂപ്പുകളാക്കി ചിതറിത്തെറിപ്പിക്കുക മാത്രമാണ്. ISIS പോലെ മറ്റൊരു ഔട്ട്ഫിറ്റിൻ്റെ ശാക്തീകരണത്തിന് അത് വഴിവെച്ചു. താലിബാൻ കൂടുതൽ ശക്തി ആർജിക്കുന്നതും പിന്നീട് നമ്മൾ കണ്ടു. ഒപ്പം വിദേശ മണ്ണിൽ നടക്കുന്ന കോവേർട്ട് ഓപ്പറേഷനുകളുടെ കാര്യത്തിൽ അമേരിക്ക നിലവിൽ പിന്തുടർന്നു വരുന്ന ഷാഡോ സ്വഭാവം
രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തെ, നയതന്ത്ര സാധ്യതകളെ അനുദിനം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നു. അത് നിലവിലെ ലോകക്രമത്തിനുമേൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിക്കുകൾ വളരെ വലുതാണ്. അങ്ങനെ നോക്കിയാൽ ബിൻ ലാദനെ വധിച്ചതിൽ പകരത്തിനു പകരം എന്നൊരു ചാരിതാർത്ഥ്യമൊക്കെ അമേരിക്കൻ ഗവൺമെന്റിന് തോന്നിയിട്ടുണ്ടാകാമെങ്കിലും ആഗോള ഭീകരവാദത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ അതൊരിക്കലും നിർണായകമായൊരു നേട്ടമെന്ന് അവർക്ക് കരുതാനാവില്ല. പകരം അത് ലോകത്തെ തള്ളിവിട്ടിരിക്കുന്നത് കുറെ കൂടി രഹസ്യ സ്വഭാവമുള്ള, ഒരു തരത്തിലും സുതാര്യമല്ലാത്ത, തികച്ചും അസ്ഥിരമായ ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്കാണ്. അതിനിയും തുടർന്നു പോകാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.